നമ്മളൊരു ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. സുഹൈൽ കള്ളിയത്താണ് നമ്മളെ കൂടെയുള്ളത്, ഡയറക്ടർ സ്ട്രാറ്റജി എക്സ്പ്രസോ ഗ്ലോബൽ. വെൽക്കം. ഇപ്പം ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നസീബും ഫ്രണ്ട്സും ഇരുന്നിട്ട് എന്നെപ്പറ്റി എന്ത് പറയുന്നു, ദാറ്റ് ഈസ് മൈ ബ്രാൻഡ്. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്. നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കുക, ഈ ഒരു നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബ്രാൻഡ് പൊസിഷനിങ് പേഴ്സണൽ ബ്രാൻഡിലേക്കും കൂടെ എത്തിക്കുക. ഇപ്പോൾ പൊതുവേ ചിലപ്പോൾ ബഡ്ജറ്റുകൾക്ക് കുറവായിരിക്കാം. അത്തരത്തിൽ ഒരു ബിസിനസ് ഓണർ കുറച്ചും കൂടി കൺസേൺഡ് ആവേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടി സൂപ്പർ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് എന്തൊക്കെയാണ്? USP അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്ന ടേം UVP എന്നാണ്, യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ. വെൽക്കം ടു ക്ലാരിറ്റി ഡിസ്കഷൻ ഡെസ്ക്, വെർ വി ഡെലിവർ ആക്ഷനബിൾ ബിസിനസ് ഇൻസൈറ്റ്സ്. ഇന്ന് ക്ലാരിറ്റി പാർട്ട്നേഴ്സിൽ നമ്മളൊരു ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. സംതിങ് വെരി പേഴ്സണൽ ടു മീ. കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം ഞങ്ങൾ കണക്ഷൻ മേക്ക് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. മറ്റാരുമല്ല, സുഹൈൽ കള്ളിയത്താണ് നമ്മളെ കൂടെയുള്ളത്, ഡയറക്ടർ സ്ട്രാറ്റജി എക്സ്പ്രസോ ഗ്ലോബൽ. വെൽക്കം. വളരെ ഒഫീഷ്യലായി പോയോ ഇൻട്രോ? ഇല്ല. ഓക്കെ, ഇന്നൊരു 5 ഇയർ കിഡിനെ പോലെ ആയിരിക്കും ഞാൻ സംശയങ്ങൾ ചോദിക്കാം. കുറേ കൂടെ എൻ്റെ ഓഡിയൻസ്, ക്ലാരിറ്റി പാർട്ട്നേഴ്സിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് മെച്യൂർ ആയിക്കൊണ്ടിരിക്കുന്ന ഓൺടർപ്രണേഴ്സാണ്. അപ്പോൾ അവരുടെ ലാംഗ്വേജിൽ തന്നെ സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എന്തായിരിക്കും ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിയെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുഹൈൽ പറയുന്നുണ്ടാവുക? നസീബ് പറഞ്ഞ പോലെ തന്നെ കറൻ്റ്ലി ജോബ് എന്ന് പറയുന്നത് ഡയറക്ടർ സ്ട്രാറ്റജി അറ്റ് എക്സ്പ്രസോ ഗ്ലോബലാണ്. അപ്പോൾ ബ്രാൻഡ് സ്ട്രാറ്റജി എന്നുള്ളത് തന്നെയാണ് ബ്രാൻഡിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്രാൻഡിനെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു. ഒരു മാർക്കറ്റിൽ ഒരു പെയിൻ പോയിൻ്റ് അല്ലെങ്കിൽ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൗണ്ടർ ഒരു പ്രൊഡക്റ്റോ സർവീസോ തുടങ്ങുന്നു, അതിനൊരു ബിസിനസ്സായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതിനൊരു നെയിം ഇടുന്നു, അതിനൊരു വിഷ്വൽ ഐഡൻറ്റിറ്റി ഇടുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പെയിൻ പോയിൻ്റ് എന്താ പറയുക മീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അലിവിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സസ് അല്ലെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകും. ഈ ഒരു ഫൗണ്ടറിൻ്റെ ഈ ഒരു ബിസിനസ്സിനെ എങ്ങനെ അതിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നു. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബ്രാൻഡ് തുടങ്ങുന്ന പോലെ ആയിരിക്കില്ല അപ്പോൾ നസീബ് സെയിം ബ്രാൻഡ് തുടങ്ങും. പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ആവശ്യത്തിനുള്ള ഓഡിയൻസ് ഈ മാർക്കറ്റിലുണ്ട്. അറ്റ്ലീസ്റ്റ് കറൻറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന കേരള മാർക്കറ്റിൽ ദർ ആർ ഇനഫ് ആൻഡ് മോർ നീഡ് ഫോർ മെനി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. നല്ല പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ഹൗ ഡു വി ഡിഫറൻഷ്യേറ്റ് എന്ന് ചോദിക്കുമ്പോൾ ടെക്നിക്കലി നമ്മൾ മുമ്പ് മുതലേ ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ ഡിഫറൻസിയേഷൻ കൊണ്ടുവരിക എന്നുള്ളത് ടെക്നിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ്. ഇപ്പോൾ ഒരു ഫോണാണെങ്കിൽ ഫോണിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൻ്റെ സ്പെക്ക് പറഞ്ഞിട്ടായിരിക്കാം, ഒരു ഹെൽത്ത് പ്രോഡക്റ്റ് ആണെങ്കിൽ അതിലുള്ള ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ അളവ് പറഞ്ഞുകൊണ്ടായിരിക്കാം. അപ്പോൾ അവിടെ വാട്ട് ഈസ് എ ബ്രാൻഡ് എന്ന് ചോദിക്കുമ്പോൾ ഇതിനെല്ലാം കട്ട് ഓഫ് ചെയ്തിട്ട് ഒരു ഇമോഷൻ ഓഡിയൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഒരു റിലേറ്റബിലിറ്റി ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ബ്രാൻഡ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ബ്രാൻഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ എ വേൾഡ് ഓഫ് മെനി ആൻഡ്രോയിഡ് ഫോൺസ്, ആപ്പിൾ എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഒരിക്കലും അവരുടെ സ്പെക്ക് പറയാതെ തന്നെയാണ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അവർ സ്പെക്ക് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഓൾഡ് മോഡലായിട്ട് മാത്രമേ കമ്പയർ ചെയ്യുള്ളൂ. കാരണം അവർ അല്ലാതെ ബ്രാൻഡ് വൈസ് ദേ ഹാവ് ക്രിയേറ്റഡ് ആൻ ഇമോഷൻ വിച്ച് അവരുടെ ഫസ്റ്റ് ഫോൺ ലോഞ്ച് ചെയ്ത അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ഏത് പുതിയ ഫോൺ വന്നാലും ഷോപ്പിൻ്റെ മുന്നിൽ ക്യൂ നിർത്താൻ മാത്രം ഒരു ഇമോഷൻ ഡ്രിവൺ ആയിട്ട്, ഒരു മാർക്കറ്റിംഗ് ഡ്രിവൺ ആയിട്ട് സ്റ്റീവ് ജോബ്സ് ആ ബ്രാൻഡിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻസാണ്. അപ്പോൾ അതാണ് ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്താ പറയുക ഒരു ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇതൊരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റിന് മാത്രമല്ല, ഒരു ഫൗണ്ടർക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ടീം ആസ് എ ഹോൾ ടീം, ഒരു സ്റ്റാർട്ടപ്പ് ടീമിന് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് അല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ആം മോർ ഓഫ്, ഞാൻ എൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൗണ്ടറുടെ വിഷൻ എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതിലേക്ക് ഫൗണ്ടറുടെ വിഷന് മോർ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫൗണ്ടറായിട്ട് ഇരുന്നിട്ട് മേ ബി കൺസ്യൂമേഴ്സിൻ്റെ ഇൻസൈറ്റ് ഫൗണ്ടറിലേക്ക് എത്തിക്കുക, അവരുടെ ഒരു വാല്യൂ സിസ്റ്റത്തിനോട് ചേർന്ന് നിൽക്കുന്നൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്താൽ മാത്രമേ ഇറ്റ് ക്യാൻ ഗോ ലോങ് ടേം. അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ഒരു പരസ്യവാചകമോ അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് കോപ്പിയോ ഒരു മാത്രമായിട്ട് അത് പോയിപ്പോൾ. കറക്റ്റ്. എങ്ങനെയായിരുന്നു എൻ്റയർ ജേണി വരുന്നത്? ഞാൻ പലയിടത്തുനിന്നും കേട്ടിട്ടുണ്ട്, ആള് ഒരു MBBS പാസ് ഔട്ട് ആണ്, ദെൻ കെയിം ഇൻ ടു ദിസ് ഇൻഡസ്ട്രി ആൻഡ് ഓക്കെ, ചെറിയ കറക്ഷൻ ഉണ്ട്. പാസ് ഔട്ട് ആയിട്ടില്ല, 8th സെമിസ്റ്ററിൽ MBBS നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വയനാടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് ലൈഫിൽ തന്നെ ഐ ഹാഡ് മോർ ഇൻട്രസ്റ്റ് ഇൻ ടു റൈറ്റിംഗ്.
അപ്പോൾ ലാംഗ്വേജ് കുഴപ്പമില്ലാതെ ഹാൻഡിൽ ചെയ്യും, ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം കുഴപ്പമില്ലാതെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റിംഗ് ആസ് എ പാസീവ് ഇൻകം എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. സ്റ്റുഡൻറ്റ് ടൈമിൽ നമുക്ക് പോക്കറ്റ് മണിയുടെ പുറമെ ചിലവുകൾ വരുന്ന സമയത്ത് കോപ്പി റൈറ്റിങ്ങിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറൗണ്ട് ഒരു കോവിഡ് ടൈമിലാണ് ഐ ആം നോ മോർ അലൈൻ ടു ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ടെമ്പറമെൻ്റ് ഇല്ല, അല്ലെങ്കിൽ അത് ഞാൻ സൊസൈറ്റിയോട് ചെയ്യുന്നൊരു ഡിസർവീസ് ആവും എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ എന്താ പറയുക MBBS ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു തീരുമാനം എടുക്കുന്നത്. ഫ്രം ദെയർ ഓൺ ഓൾറെഡി ഒരു 3-4 ഇയേഴ്സായിട്ട് ബൈ ദെൻ ഒരു 2016 എൻ്റെ 17 തൊട്ടിട്ട് ബ്രാൻഡ്സിന് വേണ്ടി എഴുതുന്നുണ്ട്. കൂടുതലും ഫൈവർ അല്ലെങ്കിൽ ഫ്രീലാൻസർ, അപ്വർക്ക് പോലത്തെ പ്ലാറ്റ്ഫോംസിൽ യൂറോപ്പ്, ഓസ്ട്രേലിയ ബേസ്ഡ് ബ്രാൻഡ്സിനായിരുന്നു എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ തന്നെ ആ ഒരു ഇതിൽ ഭയങ്കര ഒരു ഗോളായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനൊരു ക്ലാരിറ്റി ഇല്ലാതെ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് എഴുതുന്ന ഫീലിംഗ് പലപ്പോഴും ഉണ്ടായിരുന്നു. ഓണർക്കും ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഫ്രം ദെയർ ഓൺ കോവിഡ് വന്നു, ഹിറ്റ് ചെയ്തു, എവറിത്തിങ് ചേഞ്ച്ഡ്. കുറച്ചും കൂടെ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് കോഴിക്കോടേക്ക് വരുന്നത്. കോഴിക്കോട് ഐ ഹാൻഡിൽഡ് എ ഫ്യൂ ബ്രാൻഡ്സ്. കോണ്ടൻറ്റ് മാത്രമായിട്ടൊരു എന്താ പറയുക, റീഡ് ക്രിയേറ്റീവ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 4-5 ഫ്രണ്ട്സ് കൂടിയിട്ടൊരു ഏജൻസി ഫോർമാറ്റിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കംപ്ലീറ്റ്ലി റിമോട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓൾ ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ്, വെബ്സൈറ്റ് മുതൽ ബ്രോഷേഴ്സ് മുതൽ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഇൻഡെപ്ത് കണ്ടൻസ്, ഇൻക്ലൂഡിങ് നമ്മൾ ഒരിക്കലൊരു പാരൻറ്റിങ് ബേസ്ഡ് ആപ്പിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 700-800 ഇൻഫോർമേറ്റീവ് ആർട്ടിക്കിൾ, റിസർച്ച്ഡ് കണ്ടൻറ്റ്. പക്ഷേ അത് ആ ഒരു ബ്രാൻഡിൻ്റെ ഒരു സ്പെസിഫിക് ഒരു ട്യൂണിൽ വേണമായിരുന്നു ചെയ്യാൻ, അബൌട്ട് ഡിഫറെൻറ്റ് പാരൻറ്റിങ് സബ്ജക്ട്സ്. അപ്പോൾ അതൊരു എൻസൈക്ലോപീഡിയ ഫോർ പാരൻസ് എന്നുള്ള രീതിയിൽ അങ്ങനെ കോണ്ടൻറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്നാണ് എനിക്ക് ഫ്രം ദെയർ ഓൺ ഐ സ്വിച്ച്ഡ് ഇൻ ടു ഒരു പ്രൊജക്ട് ലീഡിങ്, പ്രൊജക്ട് ഡിസൈൻ ഒരു കമ്പനിയിലേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നൊരു പെയിൻ പോയിൻ്റ് ആയിരുന്നു. MBBS എന്ന് പറയുന്നത് എനിക്ക് കരിയർ അലൈൻമെൻറ്റ് തരാത്തൊരു ഫീൽഡായിരുന്നു. ഐ എൻഡഡ് അപ്പ് ദെയർ ബിക്കോസ് ഐ ഡിഡൻറ്റ് ഹാവ് എ സ്ട്രോങ് കൺവിക്ഷൻ ആഫ്റ്റർ +2. എൻജിനീയറിങ്ങിന് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, മെഡിസിന് പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. രണ്ടിനും കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുകയും ചെയ്തപ്പോൾ ഐ ചൂസ് മെഡിസിൻ, ബട്ട് ഇറ്റ് വാസ് എ റോങ് ഡിസിഷൻ ഫോർ മീ. അപ്പോൾ എനിക്ക് എപ്പോഴും സോഷ്യൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നു, പാരൻ്റൽ പ്രഷർ ഉണ്ടായിരുന്നു, ഫാമിലി പ്രഷർ ഉണ്ടായിരുന്നു. കാരണം എപ്പോഴും MBBS എന്ന് പറയുന്ന അത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു ജോബ് വിടുന്ന സമയത്ത്. ബട്ട് ആ ഒരു 5 ഇയേഴ്സ് 6 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ഐ ഹാഡ് ഗോൺ ത്രൂ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ഫോർ മീ. അപ്പോൾ ആ ഒരു പെയിൻ പോയിൻ്റ് അഡ്രസ്സ് ചെയ്യുന്ന ഡിഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു EdTech സ്റ്റാർട്ടപ്പ് വന്ന സമയത്ത് ഐ ജോയിൻ ദം. അവിടെ ഒരു 2 എംപ്ലോയീസ് ഉള്ള ടൈമിൽ ജോയിൻ ചെയ്തിട്ട് ഐ ഹാഡ് സ്കെയിൽ ദം ആസ് പ്രൊജക്ട് ലീഡായിട്ട് നിന്നിട്ട് അവരുടെ സർവീസ് ഡിസൈന്, അതുപോലെ തന്നെ ആ പ്രൊഡക്റ്റിൽ കുറച്ച് ഫീച്ചർ ഡിസൈന്, അവരുടെ സെയിൽസ് ടീമിൻ്റെ സർവീസ് ഡിസൈന്. ഇപ്പോഴും ഞാൻ അവരെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ദേ ആർ മൈ സ്റ്റിൽ ഒരു കൺസൾട്ടിങ് ക്ലയൻ്റ് ആയിട്ട്. ഞാൻ എപ്പോഴും ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള, ഏറ്റവും ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫൈൻ ആയിരിക്കും. കാരണം എനിക്ക് ആ ബ്രാൻഡ് എന്നെ എന്താ പറയുക, എനിക്ക് +2 ഈ ഒരു സർവീസ് അവൈലബിൾ ആയിരുന്നെങ്കിൽ മൈ ലൈഫ് വുഡ് ഹാവ് ബീൻ ഒരു വേറെ സ്കെയിലിൽ പോയേനെ എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഐ സ്റ്റാൻഡ് ഫോർ. അപ്പോൾ പ്രോബോണോ കൺസൾട്ടേഷൻ എന്നുള്ള രീതിയിൽ ഐ ഹോൾഡ് ഒരു കൺസൾട്ടേഷൻ അവിടെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങി ഐ ഹാഡ് ഡൺ മൾട്ടിപ്പിൾ 1-2 മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് ഫേംസിൽ ജോയിൻ ചെയ്തിരുന്നു. അവിടുന്നാണ് കുറച്ചും കൂടെ ബിസിനസ് എന്താണ്, ഓപ്പറേഷൻസ് എന്താണ്, ഓപ്പറേഷൻസിൻ്റെ ഡിഫറെൻറ്റ് ടെനറ്റ്സ് എന്താണ്, ഓൺടർപ്രണർഷിപ്പിലുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എങ്ങനെയാണ് ഒരു യുണൈറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായത്. ഫ്രം ദെയർ ഐ ക്വിറ്റ് ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് ബ്രാൻഡ് സ്ട്രാറ്റജി കൺസൾട്ടേഷൻ ഓൺ മൈ ഓൺ. ആ ഒരു സമയത്താണ് ഐ തിങ്ക് അഫ്താബ് ഖാനെ മീറ്റ് ചെയ്തു. സോ ഹീ വാസ് ട്രൈങ് ടു ബിൽഡ് സംതിങ് ദാറ്റ് ഈസ് വെരി സ്ട്രാറ്റജി എന്താ പറയുക, ഡ്രിവൺ ആയിട്ട്. അതെ, കാരണം ഹീ ഹാഡ് എ കൺസൾട്ടിങ് ഫേം ബിഫോർ. അപ്പോൾ ജസ്റ്റ് ഒരു അഡ്വർടൈസിങ് ഏജൻസി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്പ്രസോവിനെ എലിവേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡ്രീം എപ്പോഴും ഹി ഹാഡ് ദാറ്റ് വിഷൻ. അപ്പോൾ ആ ഒരു വിഷൻ അലൈൻമെൻറ്റ് തോന്നിയ സമയത്താണ് വി ജോയിൻഡ് ടുഗെദർ. അങ്ങനെ ഞാൻ എക്സ്പ്രസോ ഗ്ലോബലിൽ ജോയിൻ ചെയ്തു. ഐ ജോയിൻഡ് ആസ് എ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ്. എന്നിട്ട് ഫോർ അബൌട്ട് എ ഇയർ ഐ വാസ് ദി ജനറൽ മാനേജർ ദെയർ. ഇപ്പോൾ ഐ ഹോൾഡ് ദി പൊസിഷൻ ഓഫ് ഡയറക്ടർ സ്ട്രാറ്റജി. ബ്രാൻഡ്സിന് വേണ്ടിയിട്ട് ക്വാർട്ടർലി ആനുവലി ബേസിൽ ലോങ് ടേമിലേക്ക് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നൊരു ഫംഗ്ഷൻ, കോർ ഫംഗ്ഷൻ. അവിടെ അതാണ് എൻ്റെ ഒരു ജേണി. ടു ലെങ്തി ആയി പോകുന്നുണ്ട്. നോ ഓക്കെ. ലൈക്ക് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പറയാറുണ്ട്, ഒരു ബ്രാൻഡ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിങ്ങിലേക്ക് എൻഡ് ഗോള് നമ്മൾ സെറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി അല്ല, അതൊരു ഹോൾ ഓർഗനൈസേഷനിൽ പലയിടത്തും റിഫ്ലക്റ്റ് ആവുന്ന ഒരു പോയിൻ്റാണെന്ന്
പലപ്പോഴും ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് ആക്ച്വലി നമുക്ക് ഒരു ന്യൂ ഏജ് ഫൗണ്ടർക്ക് നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുക? എനിക്ക് തോന്നുന്നു എൻ്റെ ഒറിജിനൽ ഡെഫിനിഷൻ അല്ല, പക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ബ്രാൻഡ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ ഇസ് നമ്മൾ ആ റൂമിലില്ലാത്തപ്പോൾ, ഇപ്പം ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ നസീബും ഫ്രണ്ട്സും ഇരുന്നിട്ട് എന്നെപ്പറ്റി എന്ത് പറയുന്നു, ദാറ്റ് ഈസ് മൈ ബ്രാൻഡ്. കറക്റ്റ്. അപ്പോൾ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡിൻ്റെ പ്രസൻസ് ഇല്ലാത്തപ്പോൾ, അതിൻ്റെ ഓണർ ഇല്ലാത്തപ്പോൾ, അതിൻ്റെ ടീം ഇല്ലാത്തപ്പോൾ ഈ ബ്രാൻഡിനെ പറ്റി കസ്റ്റമേഴ്സ് ആണെങ്കിലും ഓഡിയൻസ് ആണെങ്കിലും എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് ആ ബ്രാൻഡിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ അതൊരു ബ്രാൻഡ്, ഒരു സ്ട്രോങ്, നിങ്ങളൊരു ഫൗണ്ടർ ഒരു ഏജൻസീനെ ഏൽപ്പിച്ചു, യു ഡിഡ് എ ബ്രാൻഡ് സ്ട്രാറ്റജി, ഒരു അടിപൊളി ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു, ഒരു ഓസം ക്യാമ്പയിൻ, ഒരു സക്സസ്ഫുൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതെല്ലാം കണ്ടിട്ട് വരുന്ന ഓഡിയൻസിനൊരു റൂഡ് ബിഹേവിയർ അല്ലെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ ഈ വാല്യൂസിനോടും ഇമേജിനോടും അലൈൻ ചെയ്യുന്നൊരു റെസ്പോൺസ് അല്ല നിങ്ങളുടെ ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന. സെയിൽസ് ടീം ആയിരിക്കാം, സർവീസ് ടീം ആയിരിക്കാം, മാർക്കറ്റിംഗ് ടീം ആയിരിക്കാം. സോ ഇറ്റ് ക്യാൻ ബി അക്രോസ് ഓൾ ദീസ്, റൈറ്റ് ഫ്രം മാർക്കറ്റിംഗ് യു ആർ ഗോയിങ് ആൻഡ് ചില ബ്രാൻഡ്സിന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടാവാം, ചില മാർക്കറ്റിങ്ങിന് സെയിൽസ് ഉണ്ടാവാം. സെയിൽസ് ക്ലോസ് ആയി കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ സർവീസിലേക്കാണ്. സോ പോസ്റ്റ് സെയിൽ സർവീസ് എന്നുള്ളതൊരു സർക്കുലർ ലൂപ്പാണ്. എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. എല്ലാത്തിനും കളക്റ്റീവ്ലി നമുക്ക് റവന്യൂ ഓപ്പറേഷൻസ് എന്നും വിളിക്കാൻ പറ്റും. കാരണം 3 ഫങ്ഷൻസും റവന്യൂമായിട്ട് ഡയറക്ട്ലി അലൈൻഡ് ആണ്. ഇൻഡയറക്ട്ലി ബാക്കിയെല്ലാം അലൈൻഡ് ആണെങ്കിലും അപ്പോൾ ഈ ഓരോ ടച്ച് പോയിന്റിലും കിട്ടുന്ന എക്സ്പീരിയൻസിൻ്റെ ആകത്തുകയാണ് ബ്രാൻഡ്. ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ഒരു ബ്രാൻഡ് പൊസിഷനിങ് ഡെക്കിൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്ക് തരുന്നതല്ല ബ്രാൻഡിൻ്റെ പൊസിഷനിങ്ങോ ബ്രാൻഡിൻ്റെ സ്ട്രാറ്റജിയോ. അത് ഇൻ റിയൽ ലൈഫിൽ വരുമ്പോൾ ഇത്രയും ടീം ഫ്രം ഫൗണ്ടർ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിയിലേക്ക് അലൈൻഡ് ആയിരിക്കണം. അദ്ദേഹം ഒരു ബ്രാൻഡ് തുടങ്ങി വെച്ചതിൻ്റെ വിഷനിലേക്ക് ഇത് അലൈൻഡ് ആയിരിക്കണം. ടീം ആസ് എ ഹോൾ ഈ ഒരു കോമൺ ഗോളിലേക്ക് അലൈൻഡ് ആയിരിക്കണം. ഈ ഒരു ബ്രാൻഡിൻ്റെ സ്വഭാവത്തിലേക്ക് അലൈൻഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ബ്രാൻഡ് സ്ട്രാറ്റജി ഒരു പ്രസൻറ്റേഷൻ്റെ അപ്പുറത്തേക്ക് വി ഗോ ഇൻ ടു ഇൻറ്റേർണൽ ടീം വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യും. ചിലപ്പോൾ ഒരു 3 day റെസിഡൻഷ്യൽ വർക്ക്ഷോപ്സ് നമുക്ക് കണ്ടക്ട് ചെയ്ത് ടീമിനെ ബോണ്ട് ചെയ്ത് ടീമിന് ഈ ഒരു കോമൺ ഗോളിലേക്കും കൺവേ ചെയ്യാന്നുള്ളത് അതെ കണ്ടിന്യൂസ്ലി കീപ്പ് ചെയ്ത് പോകണം. ഇത് നമ്മൾ ഇപ്പോൾ ഒരു പുതിയ എംപ്ലോയി വരുന്നു. സോ ഞാൻ നേരത്തെ നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ ആ ബ്രാൻഡ് സ്ട്രാറ്റജി ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് അക്രോസ് ദി ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു HR മാനേജർക്ക് ഈ ബ്രാൻഡ് സ്ട്രാറ്റജി മനസ്സിലായാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു HR ഹെഡിന് മനസ്സിലായാൽ മാത്രമാണ് ദേ ക്യാൻ ഡിസൈൻ ആൻഡ് ഇൻഡക്ഷൻ ആൻഡ് ഓൺബോർഡിങ് പ്രോസസ്സ്. ഒരു പുതിയ എംപ്ലോയി, ഒരു മാർക്കറ്റിംഗ് ഹെഡ് അല്ലെങ്കിൽ ഒരു സെയിൽസ് ഡെവലപ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ജോയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സർവീസ് ഹെഡ് ജോയിൻ ചെയ്യുകയാണ്. ഹൗ വിൽ ദി അണ്ടർസ്റ്റാൻഡ് ദ ബ്രാൻഡ്? ആ ഒരു HR പ്രോസസ്സിൽ ആദ്യമായിട്ടുള്ള ഒരു ഇൻഡക്ഷൻ ഓൺബോർഡിങ് പ്രോസസ്സിലെ ഈ ബ്രാൻഡിനെ ഇൻഡെപ്ത് മനസ്സിലാക്കാൻ ആ എംപ്ലോയിനെ എനേബിൾ ചെയ്താലാണ് ദേ വിൽ ഓൾസോ സ്റ്റാർട്ട് ആക്ടിങ് ലൈക്ക് ദ ബ്രാൻഡ്. അപ്പോൾ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ഒരു പേപ്പറിലുള്ള സാധനമല്ല. ഇത്രയും വരുന്ന ടീം മെമ്പേഴ്സ് അവരുടെ ഡെയിലി ലൈഫിലൂടെ അല്ലെങ്കിൽ ഡെയിലി വർക്ക് ലൈഫിലൂടെ കാണിച്ചു തരുന്നതാണ് ബ്രാൻഡ്. സോ ബ്രാൻഡ് സ്ട്രാറ്റജി ക്യാൻ ഓൺലി ബി സക്സസ്ഫുൾ ഇഫ് ഇറ്റ് ഈസ് agreed upon and handled upon by everyone. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ HR ഡിപ്പാർട്ട്മെൻറ്റ് വലിയ റോൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, പുതിയ ടീം മെമ്പേഴ്സ് ഓൺബോർഡ് ആവുന്ന സമയത്ത് ഇവർ ഈ ബ്രാൻഡിൻ്റെ എസെൻസ് മനസ്സിലാകാതെ ടീമിനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുക, കസ്റ്റമറായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു പ്രാക്ടീസ് അവിടെ റോങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ എട്ടെക് നസീമിനും നമുക്കും ഒരുപോലെ അറിയുന്നതാണ്, പല എട്ടെക്സിൻ്റെയും സെയിൽസ് ടീം വർക്ക് ചെയ്യുന്നത് എൻറ്റയർലി ഡിഫറെൻറ്റ് കൾച്ചറിലാണ്. കറക്റ്റ്. അതായത് വളരെയധികം പ്രഷർ ഇട്ട് ആ ഒരു പ്രഷറിൻ്റെ മേലെ താഴെ എന്താ പറയുക, പാരൻസിനോടും സ്റ്റുഡൻസിനോടും അൺഎത്തിക്കലായിട്ടുള്ള പ്രോമിസസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏത് വിധേനയും ക്ലോസ് ചെയ്യുക എന്നുള്ളത് പല എട്ടെക്സും ഇവിടെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. ചിലർ സക്സസും ഫെയിലർ ആയതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് സെയിൽ ക്ലോസ് ആയില്ലെങ്കിലും വേണ്ടില്ല, നമുക്ക് ദിസ് ബ്രാൻഡ് ഷുഡ് സ്പീക്ക് ദ ട്രൂത്ത്, ദിസ് ബ്രാൻഡ് ഷുഡ് സ്പീക്ക് ഫോർ ദ ചൈൽഡ് എന്ന് പറയുന്നൊരു ബ്രാൻഡ് നമ്മൾ ബിൽഡ് ചെയ്ത് വരുമ്പോൾ who are we taking into our sales team is very important. അവർ മേ ബി ഇൻഹറൻ്റ്ലി അവർ ഒരു എന്താ പറയുക സ്റ്റുഡൻറ്റിനെ സെർവ് ചെയ്ത് ഹോണസ്റ്റായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സെയിൽ സ്റ്റാഫ് ആണെങ്കിലും ബൈ എന്താ പറയുക ഹാബിറ്റ്, ചിലപ്പോൾ മുമ്പത്തെ കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൾച്ചറൽ ചേഞ്ച്, നമ്മുടെ ബ്രാൻഡ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് അവർക്കത് ഈസിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് സ്വയം അത് ഫോളോ ചെയ്യുന്നുണ്ടോ ഓർ ആം ഐ എന്താ പറയുക ഡീവിയേറ്റിംഗ് ഫ്രം ദ ബ്രാൻഡ് എന്നുള്ളത് സെൽഫ് അസസ് ചെയ്യാൻ പറ്റുന്ന ചെക്ക് ലിസ്റ്റ്സ് വേണം, SOPs വേണം.
അതൊരു മേ ബി ഒരു വീക്ക്ലി മന്ത്ലി ക്വാർട്ടർലി കേഡൻസിൽ HR മാനേജറിനോ അല്ലെങ്കിൽ ഒരു ലേണിംഗ് ആൻഡ് HR-ൻ്റെ ഇടയിലുള്ള ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യലിസ്റ്റിനോ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് വേണം. ഇത്തരം SOPs സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇത് ക്യാരി ഡൗൺ ചെയ്യുക. കാരണം ഒരു പ്രാവശ്യം പറഞ്ഞു ബൈ ഹാബിറ്റ് അത് മറന്നു പോവാം. അപ്പോൾ വി ഹാവ് ടു ഹാവ് പീരിയോഡിക് ചെക്ക്-ഇൻസ് ഫോർ ന്യൂ എംപ്ലോയീസ്. ഒരു മന്ത്ലി അവരെ കൊണ്ട് എന്തെങ്കിലും പ്രസൻറ്റേഷൻസ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ വി ക്യാൻ ഹാവ് എ ക്വാർട്ടർലി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ഇയർലി ഒരു ഹോൾ ടീമിനെ ഒരുമിച്ച് നമുക്ക് ഒരു ബ്രാൻഡ് അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്സും അതുപോലെ തന്നെ എക്സസൈസസും നമുക്ക് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ദീസ് ആക്ടിവിറ്റീസ് ഹാസ് ടു കീപ്പ് ഹാപ്പനിങ് ആസ് എ ബ്രാൻഡ് ഈസ് ഗ്രോയിങ്. ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് വരുന്ന പുതിയ എംപ്ലോയീസ് പലപ്പോഴും ഇനീഷ്യലി ഉണ്ടായിരുന്ന ആ വാല്യൂ സിസ്റ്റം ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രാൻഡ് ഗെറ്റ്സ് ഡൈല്യൂട്ടഡ്, ബിസിനസ് ഗെറ്റ്സ് ഡൈല്യൂട്ടഡ്. പണ്ട് അടിപൊളിയായിരുന്നു, നിങ്ങളിപ്പോൾ വലിയ കമ്പനി ആയപ്പോൾ നിങ്ങളൊപ്പം വർക്ക് ചെയ്യാൻ പണ്ടത്തെ ഒരു സുഖമില്ല എന്ന് നിങ്ങളൊരു കസ്റ്റമർ പറയുന്നുണ്ടെങ്കിൽ അത് ഇപ്പം നസീബ് യു ആർ റണ്ണിങ് എ കൺസൾട്ടിങ് ഫേം, വി ആർ റണ്ണിങ് എ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻസ് ഏജൻസി. രണ്ടും സർവീസാണ്. സർവീസിൽ ഇത് എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് മുതൽ ക്വാളിറ്റി മുതൽ ആ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിലുള്ള ഡിലൈറ്റ് വൺസ് ഡിഫൈൻഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ്സ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ നമ്മളുടെ ഓരോ വരുന്ന പുതിയ അക്കൗണ്ട് മാനേജർ ആയിക്കോട്ടെ, ഓരോ വരുന്ന പുതിയ സർവീസ് എംപ്ലോയി ആയിക്കോട്ടെ, ദിസ് ഇസ് ഫർദർ മോർ ഇമ്പോർട്ടൻ്റ് ഇൻ സർവീസ് ഇൻഡസ്ട്രി എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ബ്രാൻഡിൻ്റെ ഫേസ് നമ്മുടെ ടീമിൽ ആഡ് ചെയ്യുന്ന ഓരോ പുതിയ ടീം മെമ്പറാണ്, ഹ്യൂമൻസ് ആണ്. അപ്പോൾ അവരെ ട്രെയിൻ ചെയ്യുക, അവർക്ക് ഒപ്റ്റിമലി ഈ ബ്രാൻഡിനെ ക്യാരി ചെയ്യാനുള്ള കണ്ടീഷൻസ് ആസ് എ ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. യെസ്, ഏതൊരു അഡ്വർടൈസറോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എന്തൂസിയാസ്റ്റും ചെക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ ഒരു ആഡ് കാണുന്ന സമയത്ത് നമ്മളെപ്പോഴും ആ ബ്രാൻഡിൻ്റെ ഒരു എസെൻസ് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് ഇതിൽ വന്നിട്ടുള്ളൊരു ക്യാമ്പയിൻ ഐഡിയ? ഇത് നമ്മൾ പലപ്പോഴും ഒരു അഡ്വർടൈസിങ് എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എന്തൂസിയാസ്റ്റ് നോക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അത്തരം കാര്യത്തിലുള്ള ഒരു പൊതുവെയുള്ള ടേക്ക് ഉണ്ടാവുമല്ലോ. ചില സമയത്ത് പറയും ഈ ക്യാമ്പയിൻ ഈ ഒരു ബ്രാൻഡിന് മാച്ച് ആയില്ല, അല്ലെങ്കിൽ ആ ഒരു എസെൻസ് പ്രോപ്പർലി ഇതിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ദിസ് ഇസ് എ ഗുഡ് ക്യാമ്പയിൻ എന്ന് പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വന്നിട്ടുള്ള ക്യാമ്പയിൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമോ? ഇൻസ്പയറിങ് ഇപ്പം നസീബ് പറഞ്ഞൊരു പോയിന്റ് ഇപ്പം എനിക്ക് തോന്നിയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് വി ഹാൻഡിൽ പ്രോമിനൻറ്റ് എഡ്ടെക് ഇൻ കേരള. അപ്പോൾ എഡ്ടെക്കിൽ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ ഒരേ എന്താ പറയുക കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് പൊസിഷൻസ്. ഇപ്പോൾ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നൊരു ബ്രാൻഡിന് ഞങ്ങൾ ഒരു എന്താ പറയുക വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ മെച്യൂർഡായിട്ട് പാരൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ബ്രാൻഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ തന്നെ ഇതേ മാർക്കറ്റിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കോമ്പറ്റീറ്റർ ബ്രാൻഡ്സ് ഹാവ് സക്സസ്ഫുള്ളി എന്താ പറയുക ഓൺബോർഡഡ് യങ്ങർ ബ്രാൻഡ് എന്താ പറയുക അംബാസഡറിനെ ഓൺബോർഡ് ചെയ്തിട്ട് ഒരു ഹുഡിയും അല്ലെങ്കിൽ ഒരു ടീഷർട്ടും ഇട്ടിട്ട് കുറച്ചും കൂടെ ഇന്നത്തെ ജനറേഷന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രാൻഡിൻ്റെ എസെൻസ് എപ്പോഴും വിടാതിരിക്കുക എന്നുള്ളതാണ്. ഒരേ ടോൺ എന്ന് പറയുന്നത് ചിലപ്പോൾ സീസണൽ ക്യാമ്പയിൻസ് വരുമ്പോൾ വിൽ ഹാവ് ടു ബ്രേക്ക് ഹോൾഡ് ഓഫ് ഇറ്റ്. ചിലപ്പോൾ ഒരു മൊമെൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ ഹാവ് ടു ബ്രേക്ക് ഔട്ട് ഓഫ് ഇറ്റ്. ഡിഫറെൻറ്റ് ടാർഗറ്റ് ഓഡിയൻസ് മാറുന്നതിനനുസരിച്ചും ഇപ്പോൾ ഓവർ ദ ലാസ്റ്റ് ഒരു 6 years ആയിട്ടൊരു ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നൊരു എഡ്ടെക് ബ്രാൻഡിൻ്റെ ജേർണി നോക്കുമ്പോൾ റീസെൻ്റ്ലി ജെൻ ആൽഫയിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോകണം. അതായത് ഞങ്ങളിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 2025 ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 2010-ലും 2015-ലും ഒക്കെ ജനിച്ച അല്ലെങ്കിൽ അതിലും താഴെ 2017-ലും 2018-ലും എന്താ പറയുക അല്ലെങ്കിൽ 2007-ലും 2008-ലും ഒക്കെ ജനിച്ച കുട്ടികളുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ആ സമയത്ത് ബ്രാൻഡ് ഹാസ് ടു ഇവോൾവ്. ആ ഒരു ബ്രാൻഡിൻ്റെ എസെൻസ് വിടാനും പാടില്ല. സോ എസെൻസ് ഇസ് എന്താ പറയുക, ഇപ്പോൾ ഒരു ബ്രാൻഡിന് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നൊരു എസെൻസ് നമ്മൾ വളരെ ഒരു സീരിയസ് അല്ലെങ്കിൽ വി ആർ സീരിയസ് അബൌട്ട് എഡ്യൂക്കേഷൻ എന്നുണ്ടെങ്കിലും ആ സീരിയസ്നെസ് അല്ലെങ്കിൽ ആ പോയിൻറ്റ്സ് നമുക്ക് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻസിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് വിഷ്വലി ചേഞ്ച് ചെയ്യാം. വെക്കുന്ന അംബാസഡറുടെ ചിരി മുതൽ ആ അംബാസഡർ പോസ് മുതൽ നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ടോൺ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് എന്താ പറയുക, ദർ ഇസ് നോ റൈറ്റ് ആൻസർ ടു ഇറ്റ്. അത് നമുക്ക് റവന്യൂവിൽ എന്ത് ചേഞ്ചസ് കൊണ്ടുവരുന്നു, നമുക്ക് ഈ ബ്രാൻഡ് എന്ത് ഒബ്ജക്റ്റീവിന് വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തതെന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഡെപ്തായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ വളരെ ക്വിക്കായിട്ടൊരു ഹോർഡിങ് കാണുമ്പോൾ ജഡ്ജ് ചെയ്യുമായിരുന്നു. പക്ഷെ വർക്കിംഗ് വിത്ത് ലാർജ് സ്കെയിൽ ബ്രാൻഡ്സ് പലപ്പോഴും ഉദ്ദേശം തന്നെ വ്യത്യസ്തമായിരിക്കും. ഇപ്പം എനിക്ക്
ഈ അടുത്ത് ആദ്യം എനിക്കൊരു പെർസെപ്ഷൻ ചേഞ്ച് ഉണ്ടായത് എനിക്ക് തോന്നുന്നു കെൻസ TMT എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മമ്മൂക്കനെ വെച്ചിട്ട് വന്ന ഫസ്റ്റ് ഹോർഡിംഗ് ആയിരുന്നു. കാരണം ഞാൻ മുമ്പ് കുറച്ചും കൂടെ കൺസ്യൂമർ ബ്രാൻഡ്സുമായിട്ട് മാത്രം ഇൻട്രാക്ട് ചെയ്ത സമയത്ത് ഐ ഡിഡ്ന്റ് നോ ദി എന്താ പറയുക ഒരു ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ലെഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലൂടെ ഉള്ള ഡിസ്ട്രിബ്യൂട്ടറും റീറ്റെയിലറും മേജർ ടാർഗറ്റ് ഓഡിയൻസ് ആയി വരുന്ന ഒരു പെർസ്പെക്റ്റീവ് ഒരുപാട് മുമ്പൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ കെൻസ ആദ്യം കണ്ടപ്പോൾ വാട്ട് ഐ ഫെൽറ്റ് വാസ് ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇവരുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ തോന്നുമോ എന്നുള്ളത്. ബട്ട് ദാറ്റ് പ്രൊഡക്റ്റ് ഇൻഡീഡ് വാസ് കെപ്റ്റ് ഫോർ എ ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ദി റീറ്റെയിലർ ടു ഫീൽ ദാറ്റ്. അവരുടെ ഇമോഷനെ എന്താ പറയുക അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, മമ്മൂട്ടിയെ ബ്രാൻഡ് അംബാസഡറായിട്ട് അല്ലെങ്കിൽ മമ്മൂക്കയെ ബ്രാൻഡ് അംബാസഡറായി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ബ്രാൻഡ്. മുമ്പ് വേറെ ഏതൊരു നടനായിരുന്നു, അതിൽ നിന്നുള്ള ട്രാൻസ്ഫോർമേഷനും ആ ഒരു സമയത്താണ് നടന്നത്. യെസ്, എനിക്ക് കെൻസയുടെ ഫസ്റ്റ് ബ്രാൻഡ് അംബാസഡർ മമ്മൂക്കയാണെന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, നോട്ട് ഷുവർ, അതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെ ഓണറായിട്ടൊരു ഇരുന്ന സമയത്ത് ഷഹദ് എന്ന് പറയുന്ന അവരായിട്ട് ഇരുന്നപ്പോഴാണ് ആ ഒരു പെർസ്പെക്റ്റീവ്. ഒന്നുമില്ല, രാവിലെ എഴുന്നേറ്റ് ഒരു റീറ്റെയിലർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ അവരുടെ കട തുറക്കാൻ പോകുന്ന സമയത്ത് മമ്മൂക്കയുടെ ഈ പവറുള്ള ഈ ഹോർഡിങ് കാണുന്നതോടുകൂടി ദേ വിൽ ബി എംപവേർഡ് അല്ലെങ്കിൽ ദേ വിൽ ഫീൽ എംപവേർഡ്. അപ്പോൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനാണത്. അപ്പോൾ ഒരിക്കലും ഒരു ഹോർഡിങ് കണ്ടിട്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ കണ്ടിട്ടോ നമുക്ക് ആ ഒരു ബ്രാൻഡിനെ എക്സ്റ്റേണലി ജഡ്ജ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്, അൺലെസ് വി നോ വാട്ട് വാസ് ദി ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഇറ്റ്. നമ്മൾ കോമ്പറ്റീറ്റീവ് ഏജൻസീസ് അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യുന്ന ഏജൻസീസിന് പല വർക്കും കാണുമ്പോൾ അവരുടെ അടുത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം ഈ ക്യാമ്പയിൻ്റെ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു, ഇത് ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇഫ് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, ഇഫ് ഇറ്റ് ഡസൻറ്റ് ദാറ്റ്സ് വെയർ ദ പ്രോബ്ലം ലൈസ്. അല്ലാതെ നമ്മളൊരു എക്സ്റ്റേണൽ ജഡ്ജ്മെൻറ്റിലൊരു ഫോൾട്ട് അവിടെ ഉണ്ട് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ബ്രാൻഡിനെ നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്ത് നല്ല ക്യാമ്പയിൻസ് സെറ്റ് ചെയ്താലും ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര റിക്വയർഡ് ആണ്. മേ ബി നമ്മളുടെ ആ ഒരു സ്ട്രാറ്റജി മാർക്കറ്റിൽ ഫംഗ്ഷൻ ചെയ്ത് അത് റവന്യൂവിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതിലൊക്കെ. ഇപ്പോൾ പൊതുവേ ചിലപ്പോൾ ബഡ്ജറ്റുകൾക്ക് കുറവായിരിക്കാം. അത്തരത്തിൽ ഒരു ബിസിനസ് ഓണർ കുറച്ചും കൂടി കൺസേൺഡ് ആവേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടി സൂപ്പർ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് എന്തൊക്കെയാണ്? നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ആ ബഡ്ജറ്റില്ലായ്മ വരുന്നത് ഒരു എന്താ പറയുക ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ്റെ അപ്പുറത്തേക്ക് അതൊരു പ്ലാനിങ്ങിൽ വന്നൊരു ഫോൾട്ട്, അല്ലെങ്കിൽ ഇനീഷ്യലി നമ്മളൊരു കോസ്റ്റ് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് വി സി എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു മേ ബി ഒരു ഫൗണ്ടർ തുടങ്ങുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങുകയാണെങ്കിൽ 6 മാസത്തെയോ 12 മാസത്തെയോ റൺവേ എന്ന് പറയുന്ന ഒരു എമൗണ്ട് കാണും അണ്ടിൽ റവന്യൂ തുടങ്ങുന്നവരെ. ആ കാണുന്ന സമയത്ത് ഡു വി ഇൻക്ലൂഡ് ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ ഇറ്റ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം റവന്യൂ വന്ന് തുടങ്ങണമെങ്കിൽ യു ഹാവ് ടു ലെറ്റ് ഇറ്റ് ഔട്ട്. ആൻഡ് അത് ഇപ്പോൾ ഒരു വളരെ സ്ട്രോങ് ഒരു ബ്രാൻഡ് തുടങ്ങാൻ ഒരു ഹ്യൂജ് ഫണ്ട് വേണം എന്നുള്ളത് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അറ്റ് സ്കെയിൽ ചെയ്യുന്ന സമയത്താണ് ഇത്രയും ഒരു എന്താ പറയുക വലിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നത്. ഒരു ഫൗണ്ടർക്ക് ഇഫ് യു ക്യാൻ സിറ്റ് ആൻഡ് തിങ്ക് ഞാൻ എന്തിനാണ് ഈ ബ്രാൻഡ് ചെയ്യുന്നത്, ഈ ബ്രാൻഡ് ഒരിക്കലും വിട്ടുവീഴ്ച വരാത്ത നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്താണ്, ഇതെൻ്റെ ടീമിന് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇത്രയും ക്രക്സ് ഒരു ഫൗണ്ടർക്ക് തന്നെ ഇരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ദേ ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. എന്നിട്ട് ആസ് ആൻഡ് വെൻ യു ഗ്രോ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിലേക്ക് എത്ര ഫണ്ട്, ഐഡിയലി ഓൾസോ അതിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ മേ ബി എഡ്യൂക്കേഷനിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ വേരി ബിറ്റ്വീൻ 8 and 15%. ഇപ്പോൾ ഒരു പുതിയ ബ്രാൻഡാണെങ്കിൽ വി ക്യാൻ ഈവൻ സ്പെൻഡ് അപ് ടു 20 to 25% ഓഫ് യുവർ ഫസ്റ്റ് ഇയർ റവന്യൂ ഇൻ മാർക്കറ്റിംഗ്. നിങ്ങൾ ലോങ് ടേമിലേക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഹ്യൂജായിട്ട് ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു ബ്രാൻഡാണെങ്കിൽ ഒരു വർഷം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന റവന്യൂവിൻ്റെ 20-25% വരെ വേണമെങ്കിൽ യു ക്യാൻ സ്പെൻഡ് ഇൻ ബ്രാൻഡ് ബിൽഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. അത് പരസ്യം എന്നുള്ളത് മാത്രമല്ല, ആ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യുന്നതിൽ സ്പെൻഡ് ചെയ്യണം. ഇറ്റ് മൈറ്റ് നോട്ട് ബി പെർഫോമൻസ് മാർക്കറ്റിംഗ്, ഇറ്റ് മൈറ്റ് ബി ഡൂയിങ് ഒരു നിങ്ങളൊരു എഡ്ടെക് ബ്രാൻഡ് ഒരു ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഹൗ ഡു യു എംപവർ ടീച്ചേഴ്സ്, അതിന് വേണ്ടിയിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ആൻ ആക്ടിവിറ്റി. അത് ലോങ് ടേമിൽ ചിലപ്പോൾ റിസൾട്ട് തരുമായിരിക്കും. ഷോർട്ട് ടേമിൽ ഈ വർഷം ഇറ്റ് മൈറ്റ് നോട്ട് ആഡ് എനി റവന്യൂ ഫോർ യു, പക്ഷെ നിങ്ങൾക്ക് ലോങ് ടേമിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ പിന്നെയും കൊണ്ടുവന്ന് തരുന്ന ഒരു ലോയലായിട്ടുള്ള ഒരു ടീച്ചർ ബേസിന് അവിടെ ഉണ്ടാക്കാൻ പറ്റും. കറക്റ്റ്. ഓരോ പ്രാവശ്യവും 10th ക്ലാസ്സിൽ എത്തുന്ന സ്റ്റുഡൻസിനെ കാണുന്നൊരു ടീച്ചർ, ഇഫ് ദേ ബിലീവ് ഇൻ യുവർ പേർപ്പസ്, ഇഫ് ദേ ബിലീവ് ഇൻ യുവർ ബ്രാൻഡ്, ദാറ്റ്സ് മോർ ഇമ്പാക്റ്റ്. ഒരു 5 വർഷം 7 വർഷം ലോങ് ആയിട്ട് നിങ്ങൾക്ക് റിപ്പീറ്റിംഗ് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കും ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ. അപ്പം അവിടെ ഇനീഷ്യലി ഫണ്ടിൻ്റെ അപ്പുറത്തേക്ക് വാട്ട് ആക്ടിവിറ്റീസ് യു ക്യാൻ ഡു
നമ്മളുടെ ബിസിനസ്സിന് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, ആ ആളുകളിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ ഇൻഫ്ലുവൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ വാല്യൂസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ട്രൂ ഹ്യൂമൻ കണക്ഷൻസ് ബിൽഡ് ചെയ്താൽ തന്നെ അത് ബ്രാൻഡ് ബിൽഡിംഗ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അത് ഡിജിറ്റൽ സ്പേസിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് ദി ക്വസ്റ്റ്യൻ ബിഹൈൻഡ് പെർഫോമൻസ് മാർക്കറ്റിംഗ് വേഴ്സസ് എന്താ പറയുക നമ്മുടെ അവയർനെസ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ. അവിടെ നമ്മൾ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഇഫ് യു ആർ ഇൻ ഇറ്റ് ഫോർ ദ ലോങ് ടേം ഗെയിം, ഗെറ്റ് ഇൻ ടു യൂട്യൂബ്, ഗെറ്റ് ഇൻ ടു ഗൂഗിൾ മാപ്സ്. നിങ്ങൾ ലോങ് ഫോർമാറ്റ് കണ്ടൻസ് എഴുതുക. ക്വോറ മുതൽ റെഡിറ്റ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ഫൗണ്ടേഴ്സ് ലൈവ് ആയിരിക്കണം. യു ഷുഡ് ബി ഏബിൾ ടു എന്താ പറയുക ആൻസർ ഇതിൻ്റെ പെയിൻ പോയിൻ്റ് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് റിയൽ സൊല്യൂഷൻസുമായിട്ട് നിങ്ങളെ വോയിസ് ലൗഡായിട്ട് കേൾക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ വേറെ ഫോമാറ്റ്. ബിഫോർ ഇറ്റ് വാസ് ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻ. ഇന്നത് വളരെ എന്താ പറയുക എഫിഷ്യൻ്റായിട്ട് കോണ്ടൻറ്റ്, ഇപ്പം നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന പോലത്തെ പോഡ്കാസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ കോണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്താ പറയുക ആംഗിളിലുള്ള കോണ്ടൻറ്റ്സ് പുട്ട് ഔട്ട് ചെയ്യുക. അത് ഹോണസ്റ്റായിട്ട് ഷോർട്ട് ടേം ഗോൾസ് ആഗ്രഹിക്കാതെ ട്രൂ ഹ്യൂമൻ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഓഡിയൻസ് ബേസ് ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് മാത്രം വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് the best investment you can do in your initial days. Yes. When coming to personal brand also, this is also a space where lots of discussions are ongoing. അവിടെ വരുന്ന സമയത്ത് പലപ്പോഴും അതൊരു വീഡിയോ കണ്ടന്റിലേക്ക് മാത്രം ലിമിറ്റഡ് ആയി പോകുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് പൊതുവെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലോടുള്ള ഒരു പൊതുവേ ഉള്ള ഒരു ഇംപ്രഷൻ എന്താണ്? എനിക്ക് തോന്നുന്നു നമ്മുടെ കോൺഫറൻസ് സൽമാൻ, നമ്മുടെ പേഴ്സണൽ ബ്രാൻഡ് കൺസൾട്ടൻറ്റ് സൽമാനായിട്ട് ഇരുന്ന് സംസാരിക്കുമ്പോൾ സൽമാനും നമ്മൾ മ്യൂച്വലി എഗ്രി അപ്പോൺ ചെയ്യുന്നൊരു പോയിൻ്റാണ്. കാരണം പല പേഴ്സണൽ ബ്രാൻഡ് കൺസൾട്ടൻസ് സംസാരിക്കുന്ന സമയത്തും നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് പേഴ്സണൽ ബ്രാൻഡ് കൺസൾട്ടൻസിനെ ഹയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തും കൂടുതൽ പേരും സംസാരിക്കുന്ന ഇൻ ടേംസ് ഓഫ് ഡെലിവറബിൾസ് ആണ്. ഇത്ര വീഡിയോ, ഇത്ര റീല്, ഇത്ര സ്ഥലത്ത് പോസ്റ്റ് ചെയ്യും, ഇത്ര SEO ബാക്ക് ലിങ്ക്സ് ബിൽഡ് ചെയ്ത് തരും, നിങ്ങളുടെ പേരടിച്ചു കഴിഞ്ഞാൽ ഇത്ര ന്യൂസസ്, ഇത്ര പ്ലാറ്റ്ഫോംസിലെ ന്യൂസ് ഗൂഗിളിൻ്റെ ഫസ്റ്റ് പേജിൽ കാണും എന്നുള്ളത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് എ പേഴ്സണൽ ബ്രാൻഡ് ക്യാൻ ബി ബിൽഡ് ദാറ്റ് വേ. ഒരു ബ്രാൻഡിൻ്റെ ഏറ്റവും നല്ല ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ്. സോ ദേ ഹാവ് ടു ബി ഓൺലൈൻ, ദേ ഹാവ് ടു ബി ഇൻ നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ്, ദേ ഹാവ് ടു ബിൽഡ് എ ഇൻഫ്ലുവൻസ് അമംഗ് ദെയർ ടീം ഓൾസോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിൻ്റെ എക്സ്റ്റൻഷനായിട്ട് നിങ്ങളുടെ ടീം ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പുറത്ത് പോയി ബിൽഡ് ചെയ്യുന്ന അത്രയും തന്നെ കണക്ഷൻസും നെറ്റ്വർക്കും ഒരു ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ തൊട്ട് താഴെയുള്ള ലെവലുമായിട്ട് ഉണ്ടാക്കണം. പേഴ്സണൽ ബ്രാൻഡ് ഇസ് ഹ്യൂജ് നൗ. ഓഡിയൻസ് അല്ലെങ്കിൽ എന്താ പറയുക കൺസ്യൂമേഴ്സ് പേഴ്സണൽ ബ്രാൻഡിനെ കാണുന്ന പോലെ തന്നെ ടീം മെമ്പേഴ്സും ഇന്ന് പേഴ്സണൽ ബ്രാൻഡ്സിനെ കാണുന്നുണ്ട്. ഒരു കമ്പനി ചൂസ് ചെയ്യുന്നതിൽ പോലും ഒരു പേഴ്സണൽ ബ്രാൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ആ പേഴ്സണൽ ബ്രാൻഡ് പുറത്തേക്ക് പറയുന്ന പോലെ തന്നെയാണ് ആ കമ്പനിയിലും എന്നുണ്ടാവണം. യു ഹാവ് ടു കീപ് ദാറ്റ് കൺസിസ്റ്റൻസി ഇൻ വാട്ട് യു ഷോക്കേസ് ഔട്ട്സൈഡ് ആൻഡ് വാട്ട് യു പ്രാക്ടീസ് ഇൻ യുവർ ഡെയിലി വർക്ക് ലൈഫ്. അങ്ങനെ വരുന്ന സമയത്ത് ദാറ്റ് ക്യാൻ ഡു ഹ്യൂജ് ഇമ്പാക്റ്റ്. കാരണം ഐ സീ മെനി ലോയൽ എംപ്ലോയീസ് സ്റ്റേയിങ് ഇൻ എ കമ്പനി നോട്ട് ഫോർ ദി ബ്രാൻഡ്, നോട്ട് ഫോർ ദി കമ്പനി, നോട്ട് ഫോർ ദി ബെനിഫിറ്റ്സ്, ജസ്റ്റ് ഫോർ ദി ഫൗണ്ടേഴ്സ് വിഷൻ. ആ ഫൗണ്ടറുമായിട്ട് വിഷൻ അലൈൻമെൻ്റ് ഉള്ള ഒരു 5 or 10 എംപ്ലോയീസിനെ നിങ്ങളുടെ ഒരു സെക്കൻഡ് ലെയർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പേഴ്സണൽ ബ്രാൻഡിൻ്റെ ഒരു ആസ്പെക്ട്. നെക്സ്റ്റ് ആസ്പെക്ട് വുഡ് ബി ഈ പറഞ്ഞ പോലെ തന്നെ കമ്മിറ്റ് ടു ഡെയിലി ഡൂയിങ് കണ്ടൻറ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു ത്രൈസൊക്കെ കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റ് ചെയ്യുക. അത് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ഷോക്കേസിങ് വാട്ട് യു ട്രൂലി ബിലീവ് ഇൻ ഔട്ട്സൈഡ്. നമ്മളിപ്പോൾ ഒരു ഇൻഡസ്ട്രി ട്രെൻഡ് എഴുതേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് സീൻ മെനി ഫൗണ്ടേഴ്സ് എന്താ പറയുക റിസോർട്ടിങ് ടു ChatGPT. എൻ്റെ ഇൻഡസ്ട്രി ഇതാണ്, ഞാൻ ഈ ഇൻഡസ്ട്രിയുടെ ഫൗണ്ടറാണ്, ഇന്നത്തെ ട്രെൻഡിങ് ന്യൂസ് കണ്ടുപിടിച്ചിട്ട് എഴുതും. അതിൻ്റെ ആവശ്യമില്ല. വാട്ട് വേ യു തിങ്കിങ്, വാട്ട് പ്രോബ്ലംസ് ആർ യു ഫേസിങ്? നിങ്ങൾ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇറ്റ് കുഡ് ബി HR പ്രോബ്ലം, ഇറ്റ് കുഡ് ബി എന്താ പറയുക ഹൈ ടീം, അല്ലെങ്കിൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ എഴുതണം ആസ് എ ഫൗണ്ടർ, ഹൈ ടുഡേ ഐ എം ഫേസിങ് ദിസ് പ്രോബ്ലം ബട്ട് മൈ വിഷൻ ഡസൻറ്റ് അലൗ മീ ടു കോംപ്രമൈസ് ഓൺ മൈ വിഷൻ, ഡു യു ഹാവ് എനി ആൻസേഴ്സ്? ഇത് കാണുന്ന ആൾക്കാർ ഇസ് അണ്ടർസ്റ്റാൻഡിങ് ദ പെയിൻ. അവിടെ കാണേണ്ട ഒരു ട്രൂ പെയിൻ ക്യാരി ചെയ്യുന്ന, അതുപോലെ തന്നെ ആ വിഷന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളെയാണ് കാണേണ്ടത്. മേ ബി വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള കോണ്ടന്റിനേക്കാളും ഓഡിയൻസിന് ഒരു എൻഗേജിങ് ആക്കാൻ തോന്നുന്ന ഒരു ഫോം ഓഫ് കോണ്ടന്റ്. തീർച്ചയായിട്ടും, എക്സാക്ട്ലി അത് തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ യു ഷുഡ് ബി കീൻ ഓൺ വാട്ട് വിഷൻ യു ആർ സ്റ്റാൻഡിങ് ഫോർ, വാട്ട് ഇൻഡസ്ട്രി യു ആർ സ്റ്റാൻഡിങ് ഫോർ. ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന റെഗുലേറ്ററി ചേഞ്ചസിനോട് നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്?
ആ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സോഷ്യൽ കോസസിനോട് നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? സോ സേ ദാറ്റ് യു സ്റ്റാൻഡ് ഫോർ ഹെൽത്ത് ഫോർ ഓൾ. നിങ്ങളൊരു ഹെൽത്ത് കെയർ ബ്രാൻഡാണ്, നിങ്ങൾ ഹെൽത്ത് ഫോർ ഓളിന് വേണ്ടി നിൽക്കുന്നു. ആൻഡ് ദി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസസ് എ ന്യൂ ബിൽ ഓർ എ ന്യൂ റെഗുലേഷൻ, അല്ലെങ്കിൽ സംതിങ് ദാറ്റ് ഇസ് എന്താ പറയുക, ഹെൽത്തിൻ്റെ എക്വിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ ആക്സസിബിലിറ്റിയെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു റെഗുലേഷൻ കൊണ്ടുവരികയാണ്. ഡു യു റേസ് യുവർ വോയിസ് അഗെയിൻസ്റ്റ് ഇറ്റ് ഓർ നോട്ട്? സോ ഓൺ പേപ്പർ, ഓൺ യുവർ വെബ്സൈറ്റ് യു സേ സംതിങ് ആൻഡ് ഇൻ യുവർ സോഷ്യൽ മീഡിയ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ്. അവിടെ ആ ഒരു ഗ്യാപ്പ് വരും. സോ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റോക്കറ്റ് സയൻസ്. നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കുക. ഈ ഒരു നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബ്രാൻഡ് പൊസിഷനിങ് പേഴ്സണൽ ബ്രാൻഡിലേക്കും കൂടെ എത്തിക്കുക. ആ പേഴ്സണൽ ബ്രാൻഡിൽ നമ്മൾ ഹോണസ്റ്റ്ലി അതിലേക്ക് അലൈൻഡ് ആവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വായന, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ നെറ്റ്വർക്കിംഗ് അതിലേക്ക് അലൈൻഡായി വരുമ്പോൾ തന്നെ പേഴ്സണൽ ബ്രാൻഡ് ക്യാൻ ബി ബിൽഡ് വെരി ഈസിലി. അതിൻ്റെ കൺസൾട്ടൻറ്റ് ഓർ ആൻ ഏജൻസി ക്യാൻ ഹെൽപ്പ് യു ബിൽഡ് കണ്ടൻറ്റ്, ക്യാൻ ഹെൽപ്പ് യു ഷൂട്ട്, ക്യാൻ ഹെൽപ്പ് യു എന്താ പറയുക, അതിനെ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് അതിനെ പോർട്രേ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഒരു പേഴ്സണൽ ബ്രാൻഡ് വരേണ്ടത് ഒരാളുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അഗെയിൻ നമ്മളൊരു ബ്രാൻഡ് സ്ട്രാറ്റജിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ഒരു ഏർലി ഫൗണ്ടർക്ക് എങ്ങനെ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിയിലോട്ട് എത്താം, അല്ലെങ്കിൽ ഒരു മേ ബി ദ എസെൻസ് ഡിഫൈൻ ചെയ്യുന്നതിലേക്ക് മേ ബി കുറേ ആക്ടിവിറ്റീസ് ചിലപ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ എത്തരം ആക്ടിവിറ്റീസിലൂടെയാണ് ആക്ച്വലി ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള സ്വഭാവത്തിൽ കടന്നു പോകുന്നുണ്ടാവുക? ഓക്കെ, നമ്മൾ വെൻ വി വർക്ക് വിത്ത് ഏർലി സ്റ്റേജ് ഫൗണ്ടേഴ്സ്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഐഡിയ സ്റ്റേജിൽ നിൽക്കുന്ന ഫൗണ്ടേഴ്സിൻ്റെ ഒപ്പം വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ദി ബ്രാൻഡ് സ്ട്രാറ്റജി ഇൻ ഇറ്റ് സെൽഫ് ക്യാൻ ഹെൽപ്പ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണം, ഏതൊക്കെ പെയിൻ പോയിൻറ്റ്സിനെ ഇത് അഡ്രസ്സ് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നായിരിക്കാം, ഒരു സർവീസ് ആണെങ്കിൽ ഏതൊക്കെ എന്താ പറയുക ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതായിരിക്കാം. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഫസ്റ്റ് എക്സസൈസ് ഈസ് ടു ഡിഫൈൻ യുവർ ടാർഗറ്റ് ഓഡിയൻസ്. ഇപ്പോൾ ഒരു ഫൗണ്ടർ ചിലപ്പോൾ ആ ഫൗണ്ടർ പേഴ്സണലി എന്താ പറയുക ഫേസ് ചെയ്തൊരു പ്രോബ്ലം കണ്ടിട്ടായിരിക്കാം ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിലുള്ള ആരെങ്കിലും ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ട് കണ്ടിട്ട് അതിനൊരു ബിസിനസ് ആക്കാം, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. രണ്ടും ദർ ഷുഡ് ബി എ വയബിൾ മാർക്കറ്റ് ദാറ്റ് ഈസ് റെഡി ടു പേ ആൻഡ് ദർ ഷുഡ് ബി ഓൾസോ റെലവൻറ്റ് പെയിൻ പോയിൻറ്റ്. അപ്പോൾ ആ പെയിൻ പോയിൻ്റ് ഉള്ള ഒരു സൈസബിൾ മാർക്കറ്റ് നമ്മളാരും ഫൗണ്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക NPO ആയിട്ട് റൺ ചെയ്യാനല്ല, ഫോർ പ്രോഫിറ്റ് ബിസിനസ്സിനെ പറ്റി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ദി റവന്യൂ പാർട്ട് ഈസ് ഓൾസോ ടേക്കൺ അപ്പ് അലോങ് വിത്ത് ദി വിഷൻ പാർട്ട്. അവിടെ ഇനീഷ്യലി ഒരു ഫൗണ്ടർ നമ്മളൊപ്പം വർക്ക് ചെയ്യുമ്പോഴോ അല്ലാതെയോ ചിന്തിക്കേണ്ട ഇനീഷ്യൽ എക്സസൈസസ് സെറ്റിംഗ് വാട്ട് ഇറ്റ് ഇസ്. ഈ ബ്രാൻഡ് ആർക്ക് വേണ്ടിയിട്ട് എന്ത് പെയിൻ പോയിൻ്റാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ആ ഡിഫൈൻ ചെയ്ത ഒരു സബ്സെറ്റ് ഓഫ് ദിസ് മാർക്കറ്റിന് ഇനഫ് നമ്പർ ഓഫ് വോളിയൂം, ഇനഫ് പെയിൻ പോയിൻ്റ് ഉണ്ട്, ഒരു ഒരു സക്സസ്ഫുൾ റവന്യൂ മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ഒരു സൈസ് ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ യൂസർ പേഴ്സോണ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വരുന്ന അവരെ പറ്റി ഡെപ്തിൽ പഠിക്കുക എന്നുള്ളതാണ്. യൂഷ്വലി ഒരു ഫൗണ്ടർ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സർവീസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക മാർക്കറ്റിൽ ഇറങ്ങി ആൾക്കാരോട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ബേസിക്. ഈ പെയിൻ പോയിൻ്റ് നേരിടുന്ന ഒരു 100, 150, 250 പേരുമായിട്ട് ഡയറക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇൻസൈറ്റ് കിട്ടുക. സോ വാട്ട് വി ഡു ഇസ് വി ഹാവ് എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ഫോർ ഇറ്റ്, വി ഹാവ് എ ചെക്ക് ലിസ്റ്റ് ഫോർ ഇറ്റ്, വി ഹാവ് എ പ്രോസസ് ഫോർ ഇറ്റ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ സർവേസ് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് ഫിൽട്ടേർഡ് ഔട്ട് ചെയ്ത് നല്ല ഇൻസൈറ്റ്സ് തരാൻ പറ്റുന്നവരെ ഒരേ ടീമിലുള്ളവരെ വെച്ചിട്ട് നമ്മൾ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ യു ക്യാൻ മേ ബി ഹയർ എ കൺസൾട്ടൻസ്. ഇപ്പം ഞങ്ങൾ പ്യുവർ ബ്രാൻഡ് സ്ട്രാറ്റജി മാത്രം സർവീസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വി ഡു മാർക്കറ്റ് റിസർച്ച്, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, അതിന് ഫൗണ്ടറേയും ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്താ പറയുക എൻ്റെ വി അഗെയിൻ ഗോ ബാക്ക് ടു ദ ഫൗണ്ടേഴ്സ് ആൻഡ് ദി മെയിൻ ടീം ആൻഡ് ഡു എ വർക്ക്ഷോപ്പ് ഫോർ ദം. അപ്പോൾ ഈ രീതിയിൽ യു ക്യാൻ ആളുകളെ ഡിഫൈൻ ചെയ്യുക, ആൾക്കാർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്, യൂസർ പേഴ്സൺ അവരെ പെയിൻ പോയിൻ്റ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. ആ പെയിൻ പോയിൻറ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരെവിടെയാണോ ഉള്ളത് അവരെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അടുത്തത് വേണ്ടത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്.
മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ ബ്രാൻഡ് ഈ സ്വഭാവത്തിലുള്ളൊരു ബ്രാൻഡാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ വേർ ഡു വി റീച്ച് ദി ഓഡിയൻസ്? ചിലപ്പോൾ അത് ന്യൂസ് പേപ്പറിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ അത് റേഡിയോയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഇതൊന്നും വേണ്ട, ഹ്യൂജ് ബഡ്ജറ്റ് ഇല്ലാതെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ CDS അല്ലെങ്കിൽ കുടുംബശ്രീ പോലെയുള്ള നമ്മുടെ നാട്ടിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ വഴിയും അല്ലെങ്കിൽ അത്തരം നെറ്റ്വർക്ക്സ് വഴിയും വേർഡ് ഓഫ് മൗത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്തരം കുടുംബശ്രീ പോലത്തെ യൂണിറ്റ്സിൽ പോയിട്ട് നമുക്കൊരു ഡെമോ കൊടുത്താൽ മതിയാവുമായിരിക്കും. ഒരു 10 ഹൗസ് ഹോൾഡ്സിൽ നിങ്ങളുടെ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ആവുമായിരിക്കും. സോ മാർക്കറ്റിങ്ങിൽ അവിടെയാണ് ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ വെച്ച് എങ്ങനെ സ്മാർട്ടായിട്ട് ഈ ബ്രാൻഡിനെ എത്തിക്കാം എന്നുള്ളത് ചിന്തിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് ഫസ്റ്റ് നമ്മൾ എന്ത് പോയിൻറ്റിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കുക. അതിനൊരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു യൂസർ പേഴ്സോണെ നമ്മൾ തന്നെ ഓവർ ടൈം മനസ്സിലാക്കി ക്രിയേറ്റ് ചെയ്യുക. ആ യൂസർ പേഴ്സോണയ്ക്ക് വേണ്ട രീതിയിലുള്ള ഡിഫറെൻറ്റ് കോണ്ടൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ബ്രാൻഡ് സ്ട്രാറ്റജിയുടെ വെരി സർഫസ് ലെവലിൽ നിന്ന് പറയുന്നത്. ഇത് ഓരോന്നിലും ഡെപ്തിലേക്ക് പോകുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടി വരും. ബട്ട് ഒരു ഫൗണ്ടർ സ്വയമായിട്ടൊരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ലിസൺ ടു ദ ഓഡിയൻസ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ വാണ്ട്, ഡെലിവർ ദാറ്റ് വാല്യൂ. ഈ ഒരു 3 സെൻറ്റൻസിൽ ഈ പറഞ്ഞ ഇത്രയും പ്രോസസ്സിന് ഒറ്റയടിക്ക് പറഞ്ഞു നിർത്താൻ പറ്റും. ഗ്രേറ്റ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഫൗണ്ടേഴ്സ് അവരെ തന്നെ പേഴ്സണലി ചലഞ്ച് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു USP ക്രിയേറ്റ് ചെയ്യണം, നമുക്കൊരു USP വേണം, നമ്മൾ അതിലോട്ട് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർ അവരുടേതായിട്ടുള്ള റിസർച്ചും അതുപോലെ തന്നെ അവർ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്നുണ്ടാവാം, പല കാര്യങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടാവാം. ബട്ട് അഗെയിൻ ഒരു USPകൾ ഭയങ്കരമായിട്ട് ഡിഫൈൻ ചെയ്യാത്ത അല്ലെങ്കിൽ മറ്റാളുകൾ ചെയ്യുന്ന അതേ സർവീസ് തന്നെ നമ്മളും ചെയ്തുകൊണ്ട് നമുക്കും ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം പോയിന്റിൽ ഈ ഒരു എൻറ്റയർ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു എക്സ്പീരിയൻസിൽ പലപ്പോഴും ഒരു റെലവൻസ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും USP അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ കുറച്ചും കൂടെ ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്ന ടേം UVP എന്നാണ്, യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന്. ഒരു റീസെൻറ്റ് ട്രെൻഡ് ചേഞ്ച് ആണ്. ഇറ്റ് മീൻസ് ബേസിക്കലി ദ സെയിം. നിങ്ങൾ എന്ത് പറഞ്ഞ് വിൽക്കുന്നു അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ സെല്ലിംഗ് പോയിന്റ്, നിങ്ങൾ എന്ത് വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്, ഇതാണ് അതിൽ വേർഡിൽ വരുന്ന ഡിഫറൻസ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ടെക്നിക്കലായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ മികവുകളും അതുപോലെ തന്നെ ഫീച്ചേഴ്സും. ഇപ്പോൾ ഒരു IT ടെക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ പറയാം മേ ബി ഞങ്ങൾ we'll do this process in 5 seconds. അടുത്ത ടീം വന്നിട്ട് they can say we'll do this process in 4.6 seconds. Your USP is broken. അപ്പോൾ നിങ്ങളുടെ USP doesn't exist anymore because it's not unique. ഈവൻ ബെറ്റർ ആയിട്ടൊരു പുതിയ കമ്പനി വന്നിട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിനേക്കാൾ ഇന്നത്തെ കാലത്ത് ബ്രാൻഡ്സ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാല്യൂ ആണ്. What value you add is partly technical and partly emotional. അപ്പോൾ ആ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസും വാല്യൂവും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ആ ഒരു കണക്ട് വിത്ത് ദ ഓഡിയൻസ് ഉണ്ടെങ്കിൽ എത്ര ബിഗർ ബെറ്റർ ബ്രാൻഡ്സ് വന്നു കഴിഞ്ഞാലും. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള പല പൊടികളുടെയും, ഇപ്പോൾ എൻ്റെ വീട്ടിൽ മേടിക്കുന്ന എൻ്റെ നാട്ടിൽ പ്രാദേശികമായിട്ടുണ്ടാക്കുന്ന പൊടിയാണ്. എത്ര വലിയ MNCs അവിടെ ആ ഒരു പലചരക്കടയിൽ ബിഗർ പൊടികൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും ആ ഒരു നാട്ടിലുള്ള ആ ഒരു ബ്രാൻഡ് ആ ഒരു ഏരിയയിൽ ഉണ്ടാക്കിയെടുത്ത ട്രസ്റ്റാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ടെക്നിക്കൽ ക്വാളിറ്റി. ഇറ്റ്സ് ഓഫ് കോഴ്സ് പ്രൊഡക്റ്റ് മോശമായി കഴിഞ്ഞാൽ നാളെ എൻ്റെ ഉമ്മ മാറ്റിയിട്ട് അടുത്തൊന്നും മേടിക്കുമായിരിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു ഇമോഷണൽ കണക്റ്റ് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റാണ്. നമ്മുടെ നാട്ടിലെ സംരംഭകരെ നമ്മൾ തന്നെ വേണം സപ്പോർട്ട് ചെയ്യാൻ. ദിസ് ഇസ് എ യുണീക്ക് വാല്യൂ. ഉമ്മ അറിയുന്നുണ്ടാവും ആ പ്രോസസ് എങ്ങനെ നടക്കുന്നു. തീർച്ചയായിട്ടും അവിടെ പോയി നോക്കുന്ന ആ മില്ല് സന്ദർശിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ദാറ്റ് യുണീക്ക് വാല്യൂ. ആ നാട്ടിലെ സ്വന്തം മില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 10 ഉണ്ടാവില്ല, ഒരു പഞ്ചായത്തിൽ ചിലപ്പോൾ 1-2 മില്ലുകളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് എ എക്സാമ്പിൾ ഓഫ് എ യുണീക്ക് വാല്യൂ ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ടെക്നിക്കലി നിങ്ങളുടെ പ്രൊഡക്റ്റ് മറ്റേനേക്കാൾ ബെറ്റർ ആവണമെന്നോ അല്ലെങ്കിൽ ഇതിൽ മറ്റേ സ്റ്റാർച്ച് ഇത്ര കുറവാണെന്നോ ഒന്നുമില്ല. അപ്പോൾ യു ഷുഡ് ബ്രാൻഡ്സ് ടുഡേ, ഫൗണ്ടേഴ്സ് ടുഡേ ഷുഡ് ഫോക്കസ് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിസൺ ടു യുവർ ഓഡിയൻസ്, അണ്ടർസ്റ്റാൻഡ് ദെയർ പെയിൻ പോയിൻറ്റ്സ് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു എ യുണീക്ക് എക്സ്പീരിയൻസ്. ഈ എക്സ്പീരിയൻസ് കൊടുക്കുന്നതിൽ ഇപ്പോൾ നിങ്ങളൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡറാണ്, ഒരു കോഴ്സ് പ്രൊവൈഡറാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സസ് എല്ലാ ക്ലാസ്സസിൻ്റെയും മുന്നേ യു ആഡ് എ സ്റ്റെപ്പ് ഓഫ് റിമൈൻഡിങ് ദം. ഒരു മേ ബി ഒരു ഓട്ടോമേറ്റഡ് IVRS വെച്ചിട്ട് നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള ഹേയ് നസീബ് ഇന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ, മറക്കരുത്, പിന്നെ വരുമ്പോൾ കഴിഞ്ഞ ഇതിലിങ്ങനെ പറഞ്ഞിരുന്നു, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.
അത് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ ഒരു ഫോളോ അപ്പ് സ്റ്റെപ്പ് ആഡ് ചെയ്യണം. എങ്ങനെ ഉണ്ടായിരുന്നു, വീണ്ടും അടുത്തൊരു സെഷൻ, അടുത്ത ബാച്ചിന് ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഓക്കെ കുഴപ്പമില്ല, നിങ്ങൾ ഈ ബാച്ചിനൊപ്പം ബാക്കി ക്ലാസ്സസ് കണ്ടിട്ടുള്ളൂ, 2 മാസം കഴിഞ്ഞ് ഇതേ ക്ലാസ് അടുത്ത ബാച്ചിന് എടുക്കുന്നുണ്ട്, പ്ലീസ് ജോയിൻ വിത്ത് ദാറ്റ് ബാച്ച് ഫോർ മോർ ക്ലാരിറ്റി. അല്ലെങ്കിൽ സ്പെസിഫിക് ക്വസ്റ്റ്യൻ, അങ്ങനെ സർവീസ് ലെവലിൽ, എക്സ്പീരിയൻസ് ലെവലിൽ ടച്ച് പോയിൻറ്റ്സ് എങ്ങനെ ആഡ് ചെയ്തിട്ട് കസ്റ്റമർ ഡിലൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. ദേഴ്സ് എ ഫേമസ് ലാഡർ ദാറ്റ് വി ഫോളോ. കസ്റ്റമർ സക്സസ് എന്ന് പറയുന്നത് കസ്റ്റമർ എന്ത് പോയിന്റിനാണോ വന്നത് അതിൽ നിന്ന് സക്സസ് നേടി. കസ്റ്റമർ ഡിലൈറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജാണ്, വേർ കസ്റ്റമർ ഇസ് എന്താ പറയുക മോർ ദാൻ എന്തൂസിയാസ്റ്റിക് ടു യൂസ് യുവർ പ്രൊഡക്റ്റ്. കസ്റ്റമർ ലോയൽറ്റി, കസ്റ്റമർ അഡ്വക്കസി എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് എത്തുമ്പോൾ കസ്റ്റമർ ലോയൽറ്റിയിൽ ആ ബ്രാൻഡ് തന്നെ ആൾ വാങ്ങുള്ളൂ. കസ്റ്റമർ അഡ്വക്കസിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നസീബ എന്താണ് മുഖം ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ക്രീമുണ്ട്, ഇത് ഞാൻ 2 മാസമായിട്ട് ഉപയോഗിക്കുന്ന, നീ ഇത് വെച്ചോ, നീ ഇത് എന്തായാലും ഉപയോഗിച്ച് നോക്കണം. ദാറ്റ് ഈസ് കസ്റ്റമർ അഡ്വക്കസി. വൺസ് യു യൂസ് ആൻഡ് യു ഗെറ്റ് യൂസ് ടു ദാറ്റ് പ്രൊഡക്റ്റ്, യു വിൽ സ്റ്റാർട്ട് ബൈയിങ് ഇറ്റ്. ഓവർ ടൈം നസീബ് അടുത്ത ആളോട് ചിലപ്പോൾ ഇത് പറയും, മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് കസ്റ്റമർ അഡ്വക്കസി. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസുകൾ എത്രത്തോളം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ആ എക്സ്പീരിയൻസ് ഇപ്പോൾ ഓരോ തവണയും എനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് വരുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ്, പാക്കേജിങ്ങിലുള്ള എക്സ്പീരിയൻസ്, ആ പാക്കേജിങ്ങിൻ്റെ ഉള്ളിൽ ഫൗണ്ടർ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പലപ്പോഴും സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഒക്കെ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഷെഫ്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് വരുന്നുണ്ട്. ആ ഹാൻഡ് റിട്ടൺ നോട്ടിന് ആ കസ്റ്റമറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് നിങ്ങൾ എത്ര പരസ്യം ചെയ്താലും, എത്ര മാർക്കറ്റിംഗ് ചെയ്താലും, എത്ര ലൗഡായിട്ട് ക്യാമ്പയിൻ ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. സോ ബ്രാൻഡ് എക്സ്പീരിയൻസസ്, ആ ടച്ച് പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത് ഇസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് എന്താ പറയുക അഡ്വർടൈസിങ് ഓർ പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഓക്കെ, നല്ല റവന്യൂ നമ്പേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല നെറ്റ് പ്രോഫിറ്റ് ഉള്ള കമ്പനിയാണ്, അത്ര ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് അല്ല, ബട്ട് അഗെയിൻ നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. ഇത്തരം ബിസിനസ്സുകൾ ബ്രാൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അത്തരം ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഒരു പൊസിഷനിങ്ങിലേക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇമ്പോർട്ടൻസ് അഗെയിൻ ഇവിടെ ഫൗണ്ടർ ചോദിക്കേണ്ടത് എന്താണ് പർപ്പസ് എന്നുള്ളതാണ്. ഇപ്പോൾ പോണ പോലെ പോയാൽ മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ അഗെയിൻ ഐ കം ബാക്ക് ടു ദാറ്റ് ക്വസ്റ്റ്യൻ ഇൻ എ ഡിഫറെൻറ്റ് വേ. ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോൾ ആൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ മജീദ് ഖാൻ്റെ ചായക്കട എന്നായിരിക്കും പേര്, എല്ലാവർക്കും മജീദ് ഖാനെ വിശ്വാസമായിരിക്കും, അല്ലെങ്കിൽ മജീദ് ഖായുടെ ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കാം, അവിടെയുള്ള ഫുഡ് പുള്ളി ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഫേമസ് ആയിരിക്കാം. പുറത്തെ ആൾക്കാർ മജീദ് ഖാൻ്റെ അവിടെ പോയാൽ മതി ഇട്ടോ, എന്താ വഴിക്കാനാണോ, മജീദ് ഖാൻ്റെ അവിടെ പോയാൽ മതി ഇട്ടോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബ്രാൻഡ് ബിൽഡ് ദെയർ. പലപ്പോഴും ഈ പറയുന്ന ഏജൻസി ഏൽപ്പിച്ച് ഈ പറയുന്ന ഫാൻസി സാധനങ്ങൾ ചെയ്യാതെ തന്നെ പലരും ഹാസ് നോയിങ്ലി ഓർ അൺനോയിങ്ലി ബിൽഡ് എ ബ്രാൻഡ്. പക്ഷെ അതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നാളെ എനിവൺ ക്യാൻ കം ആൻഡ് എന്താ പറയുക ടേക്ക് ഓവർ യുവർ മാർക്കറ്റ് ഷെയർ. അവിടെയാണ് ആ ഒരു ബ്രാൻഡ് ഇപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നാളെ 2 ദിവസം മജീദ് ഖാൻ ലീവായി, അപ്പോൾ ഇന്ന് അവിടെ പോകേണ്ട കിട്ടുന്നു, മജീദ് ഖാൻ ലീവാണ്, മജീദ് ഖാൻ്റെ ചായപ്പടിയാണെങ്കിലും മറ്റേ ആളാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് വാസ് എ ഫൗണ്ടർ ഡ്രിവൺ, എന്താ പറയുക ഒരു പേഴ്സണൽ ബ്രാൻഡ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു സർവീസ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ആ ആൾ മാറി നിൽക്കാൻ കഴിയില്ല. സോ ഇഫ് ആസ് എ ഫൗണ്ടർ യോർ എയിം ഈസ് ടു സ്കെയിൽ, ആൻഡ് ആ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ടീം ഫങ്ഷൻ ചെയ്ത് ഈ ബ്രാൻഡിനെ ടേക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ബ്രാൻഡിങ്. അതല്ല എനിക്കിത് ഞാൻ ഉള്ളിടത്തോളം കാലം ഈ ബിസിനസ് മതി, ഈ പോണ പോലെ പോയാൽ മതി എന്ന് തോന്നുന്ന, that's a choice a founder has to make. I honestly completely respect that choice. അതിന് മേ ബി വേണമെങ്കിൽ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ബിസിനസ് എന്ന് പറയാം, സ്കെയിൽ ചെയ്യാൻ താല്പര്യമില്ല, ഇപ്പോൾ പോകുന്ന പോലെ പോയാൽ മതി, എനിക്കിതിൻ്റെ അപ്പുറത്തേക്ക് തലവേദന എടുക്കാൻ താല്പര്യമില്ല, ഞാൻ ഉള്ളിടത്തോളം കാലം ഈ ബിസിനസ് മതി, ലെറ്റ് ഇറ്റ് പെരിഷ് ആഫ്റ്റർ ദാറ്റ് എന്നാണെങ്കിൽ ദേ ഡോണ്ട് ഹാവ് ടു ഫോക്കസ് ഇൻ ബ്രാൻഡിങ്. അവർക്ക് കുറച്ചും കൂടെ വേറെ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കും. പക്ഷേ ഐഡിയലി ഒരു ഫൗണ്ടർ ബിസിനസ് ഉണ്ടാക്കുന്ന ഓവർ ടൈം അവർക്ക് ടൈം ഫ്രീഡം കിട്ടണം, അവരില്ലാതെ തന്നെ അവരുടെ ബിസിനസ് നടക്കണം, അവരുടെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ടീമിന് ഇത് കാറ്റർ ചെയ്യാൻ പറ്റണം. അവർ 1-2 ഫാക്ടേഴ്സ് മാറി നിന്ന് കഴിഞ്ഞാലും കസ്റ്റമേഴ്സിന് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നൊരു മുഖം ഉണ്ടെങ്കിൽ ഒരു കോമ്പറ്റീറ്റർ വന്ന് ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, ഒരു സക്സഷൻ ചേഞ്ച് അല്ലെങ്കിൽ വേറൊരു ടീമിന് ഇത് ടേക്കപ്പ് ചെയ്ത് പോകണമെങ്കിലും അവർക്കൊരു സ്ട്രോങ് ബ്രാൻഡ് വാല്യൂ പ്രൊപ്പോസിഷൻ ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ നിന്ന് പല ബ്രാൻഡുകളും ഗ്ലോബലി തന്നെ സ്കെയിൽ ചെയ്ത പല ബ്രാൻഡ്സ് ഉണ്ട്. അത്തരം ബ്രാൻഡ്സിന് സ്കെയിലബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിൽ ബ്രാൻഡിന് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ്ങിന് അല്ലെങ്കിൽ ഒരു പൊസിഷനിങ്ങിന് എത്രത്തോളം റോളുണ്ട്? എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ
സ്കെയിൽ ചെയ്തതിൽ നമ്മുടെ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് മലബാർ ഗോൾഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ മലബാർ ഗോൾഡ് ഒരിക്കലും അവരുടെ ഗോൾഡിൻ്റെ ഇനീഷ്യലി 916 എന്നുള്ള ഒരു ഹോൾമാർക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ മലയാളികളെ പഠിപ്പിച്ചത് ഗോൾഡ് വാങ്ങിക്കുമ്പോൾ 916 ആണോ അല്ലയോ എന്ന് നോക്കി വാങ്ങണം എന്നുള്ളത് പഠിപ്പിച്ചത് തീർച്ചയായിട്ടും മലബാർ ഗോൾഡാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ബ്രാൻഡ് വളർന്ന സമയത്ത് അവരെടുത്തത് പ്രോമിസാണ്, സർവീസിലുള്ള പ്രോമിസ്, അവരുടെ ബൈബാക്കിലുള്ള പ്രോമിസ്, വിച്ച് ആർ നോട്ട് അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല. കാരണം എ ബ്രാൻഡ് ദാറ്റ് ഹാസ് സ്കെയിൽഡ് ബിയോണ്ട് എ പോയിൻറ്റ് ഡസൻ ഹാവ്, കാരണം അവർ ഇന്ന് മലബാർ ഗോൾഡ് കോമ്പീറ്റ് ചെയ്യുന്നത് ടിഫനി ആൻഡ് കോ ആയിട്ടാണ്, അല്ലെങ്കിൽ ലോകത്തെ ടോപ്പ് 5 എന്താ പറയുക ഗോൾഡ് മാനുഫാക്ചറേഴ്സുമായിട്ടാണ്. ഇൻ ദ നെക്സ്റ്റ് ബൈ 2030 ദേ ആർ പ്ലാനിങ് ടു ബിക്കം ദ 3rd ലാർജസ്റ്റ് അല്ലെങ്കിൽ 3rd ബെസ്റ്റ് മാനുഫാക്ചർ ബ്രാൻഡ് ഇൻ ദ വേൾഡ്. അപ്പോൾ ആ ലെവലിലേക്ക് പോകുന്ന സമയത്ത് അത്രയും മലബാർ മാർക്കറ്റ് ചെയ്യുന്ന മാർക്കറ്റ് നോക്കിയാൽ തന്നെ ഡിഫറെൻ്റ് ആണ്. അപ്പം കേരളത്തിൽ തുടങ്ങി അല്ലെങ്കിൽ കോഴിക്കോട് തുടങ്ങി എന്നുണ്ടെങ്കിലും ഇന്ന് ഇന്ത്യയുടെ 28 സ്റ്റേറ്റ്സിൽ അവർ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലുമുള്ള കൾച്ചറലി ഡിഫറെൻ്റ് ആണ്. അവിടുത്തെ സീസൺസ് ആർ ഡിഫറെൻറ്റ്. അവിടെ ഗോൾഡ് വാങ്ങുന്ന പർപ്പസ് ഇസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ മേ ബി നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ബുള്ളിയൻ വാങ്ങുന്ന ആൾക്കാർ കൂടുതലാണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള കേരള, തമിഴ്നാട്ടിൽ ഫീമെയിൽ, ഈവൻ മോർ ദാൻ കേരള, തമിഴ്നാട്ടിലാണ് ഓർണമെൻ്റലായിട്ട് ജ്വല്ലറി വാങ്ങുന്ന ആൾക്കാരുള്ളത്. അവിടേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ വേറെ രീതിയിൽ ഡയമണ്ട്സും വേറെ സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും ഏരിയാസിൽ മാർക്കറ്റ് ചെയ്യുന്ന ബ്രാൻഡ്, ഹൗ ഡു ദേ കീപ്പ് അപ്പ് വിത്ത് ദെയർ ബ്രാൻഡ് എന്ന് ചോദിക്കുമ്പോൾ അഗെയിൻ ദേ ഹാവ് എ ക്ലിയർ SOP ഓഫ് ഹൗ ദറ്റ് സർവീസ് സ്റ്റാഫ്, ഒരു ആളെങ്ങനെ വെൽക്കം ചെയ്യണം, അവരുടെ സ്റ്റാഫ് എങ്ങനെ പെരുമാറണം എന്നുള്ളത് മുതൽ അവർക്കൊരു ബ്രാൻഡ് SOP ഉണ്ട്. പുറത്തേക്ക് അവർ കോമൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ തന്നെ കാണുന്നത് മലബാർ പ്രോമിസ് എന്ന് പറയുന്ന ഇറ്റ്സ് എ പോയിൻറ്റ്, ഒരു 10 to 14 പോയിൻറ്റ്സ് അവർ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ബൈബാക്ക് പോളിസി ഉണ്ട്, അതുപോലെ തന്നെ സർവീസിൻ്റെ പോളിസീസ് ഉണ്ട്, ഇവരുടെ ഏത് ബ്രാഞ്ചിൽ നിന്ന് വാങ്ങിയാലും ഏത് ബ്രാഞ്ചിലും അവർക്ക് തിരിച്ചു കൊടുക്കാം. സോ ഇറ്റ്സ് ദാറ്റ് നെറ്റ്വർക്ക് ഓഫ് ട്രസ്റ്റ് ദാറ്റ് ദേ ഹാവ് ബിൽഡ്. ആ ബ്രാൻഡ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കും, നിങ്ങൾക്ക് എന്ത് വന്നു കഴിഞ്ഞാലും വി ആർ ദെയർ, യു ക്യാൻ ട്രസ്റ്റ് അസ് എന്നുള്ളതാണ് അവർ ബിൽഡ് ചെയ്തത്. റീസെന്റ് ഇപ്പോൾ ഒരു ആഡ് കണ്ടു, റെസ്പോൺസിബിൾ ജ്വല്ലർ എന്ന് പറഞ്ഞിട്ട്. റെസ്പോൺസിബിൾ ജ്വല്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദിസ് പ്രോമിസ്. കാരണം അവർ ഫ്രം ടൈം ടു ടൈം കളക്ഷൻസ് ബ്രാൻഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കളക്ഷൻസിൻ്റെ ക്യാമ്പയിൻസ് ചെയ്യാറുണ്ട്, സീസണൽ ക്യാമ്പയിൻസ് ചെയ്യാറുണ്ട്. പക്ഷേ ദിസ് വാസ് എ ബ്രാൻഡ് ക്യാമ്പയിൻ. അത് ഡയറക്റ്റായിട്ട് സെയിലിലേക്ക് കൺവേർട്ട് ചെയ്യാനല്ല. ദിസ് വാസ് ടു റിമൈൻഡ് ദ പീപ്പിൾ വാട്ട് മലബാർ സ്റ്റാൻഡ്സ് ഫോർ. ദാറ്റ്സ് വാട്ട് ഡിഫറൻഷിയേറ്റ്സ് മലബാർ. ഞങ്ങളുടെ കയ്യിൽ ഇത്ര അധികം കളക്ഷൻസ് ഉണ്ട്, ഇത്ര വിലക്കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 100 കളക്ഷൻസ് മലബാർ പറഞ്ഞാൽ അപ്പുറത്തെ ഒരു ബ്രാൻഡ് 101 കളക്ഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് ഡസൻ മേക്ക് എനി ഡിഫറൻസ്. അപ്പോൾ അതിനേക്കാൾ ബ്രാൻഡ് എന്തിന് സ്റ്റാൻഡ് ചെയ്യുന്നു അത് ആൾക്കാരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. എഗെയിൻ ഈ പറഞ്ഞ റെസ്പോൺസിബിൾ ജ്വല്ലർ എന്നുള്ള ആഡ് ഞാൻ തിയേറ്ററിൽ ഈ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി യെസ്, ദേ ഹാവ് ഗോട്ടൺ ഇൻ ടു ബ്രാൻഡ് മാർക്കറ്റിംഗ് വെരി സീരിയസ്ലി, ഈവൻ ബെറ്റർ. അപ്പോൾ എപ്പോഴും ഫൗണ്ടേഴ്സ്, ഈവൻ ദോ ആ ക്യാമ്പയിൻ ഈസ് വെരി ലെങ്തി ക്യാമ്പയിനാണ്, അത് ഇരുന്ന് പറയുന്ന ക്യാമ്പയിനാണ്. പക്ഷെ അത് ഇരുന്ന് അങ്ങനെ കണ്ടാൽ മതി. കാരണം ഒരു അത് ഞാൻ കണ്ടത് തിയേറ്ററിലായിരുന്നു, അപ്പോൾ എന്തുകൊണ്ടും അവിടെ ഇരുന്ന് കാണും. അതിൻ്റെ ഷോർട്ടർ വേർഷൻസ് നമുക്ക് ഡിജിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ദേ ഹാവ് സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഈവൻ മോർ ഇൻ ബ്രാൻഡ് ക്യാമ്പയിൻസ് ബിക്കോസ് ദേ ആർ എക്സ്പെൻഡിങ് ഈവൻ മോർ. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല റവന്യൂ ചെയ്യുന്ന ആൾക്കാർ സ്കെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ബ്രാൻഡ് ബിൽഡിംഗ്. പെർഫോമൻസ് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ സെയിൽസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിനോ ചെയ്യുന്ന അത്രയും തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ലോങ് ടേം ഗ്രോത്ത് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പീപ്പിൾ ഹൂ ഇസ് ബിഹൈൻഡ് ദ സ്ട്രാറ്റജി, എങ്ങനെയാണ് AI നിങ്ങളുടെ ഒരു സെഗ്മെൻറ്റിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമുക്കിപ്പോൾ AI വന്ന സമയത്ത് ഞങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഫസ്റ്റ് തിങ് നമ്മൾ ഉപയോഗിക്കുന്ന ലാർജ് ഡാറ്റ. ഇപ്പം നമ്മളൊരു ഓൺലൈൻ സർവേ നടത്തി, നമ്മളൊരു 10,000 20,000 ഡാറ്റ ഇന്ന് കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ 10,000 20,000 ഇൻഡിവിജ്വൽസ് നമ്മുടെ ഒരു ബ്രാൻഡ് സർവേ എടുത്തു എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നൗ ഈസി അത്രയും ഡാറ്റ കോംപ്രിഹെൻഡ് ചെയ്യാൻ. മറ്റേത് നമ്മൾ മുമ്പ് എക്സലിൽ ഉണ്ടായിരുന്നു, വി ഹാഡ് ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസ്. പക്ഷെ എന്നാലും മിസ് ഔട്ട് ആവുന്ന, അതായത് ഒബ്ജക്റ്റീവ്ലി ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ മിസ് ഔട്ട് ആവുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ നുവാൻസസ് ഉണ്ടായിരുന്നു. അത് ഇരുന്ന് നമ്മൾ ഈ പറയുന്ന ഇത്രയും പേരുടെ റെസ്പോൺസസ് നോക്കുമ്പോഴായിരിക്കും പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവുക.
അതിന്ന് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ഒരു സ്പ്രെഡ്ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഫോമിൻ്റെ റിസൾട്ട്സ് നമുക്കിന്ന് GPT പോലത്തെ അല്ലെങ്കിൽ നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഒരു മോഡലുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഈ ഒരു പേർപ്പസിന് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ലാർജ് ഡാറ്റ നമ്പർ ഓഫ് ഡാറ്റ എന്താ പറയുക ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇൻറ്റേൺസ് വളരെ കുറവാണ്. GPT വന്ന സമയം തൊട്ടിട്ട് യൂസ് ഇറ്റ് ആസ് എൻ ഇൻറ്റേൺ. നമ്മളവിടെ ആണെങ്കിലും നമ്മുടെ ഉള്ള റിസർച്ച് അസോസിയേറ്റ്സിനാണെങ്കിലും അക്കൗണ്ട് പ്ലാനേഴ്സ് ആണെങ്കിലും വി എൻകറേജ് ആൻഡ് ഹാവ് ട്രെയിനിങ് സെഷൻസ് വീക്ക്ലി ടു യൂസ് AI ബിക്കോസ് ഹ്യൂമൻ എലമെൻറ്റ് എപ്പോഴും വേണം. പക്ഷെ ബാൻഡ് വിത്ത് ഇഷ്യൂ നമുക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞൊരു മോഡലിൽ സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നിടത്ത് ഒരുപാട് വർക്ക് ഈസിയറായി. ഈവൻ സ്ട്രാറ്റജി കുറേ സൈഡിൽ റീപ്ലേസ്ഡ് ആവുന്നുണ്ട്. നമുക്ക് കോറായിട്ടുള്ള ഹ്യൂമൻ ഇൻസൈറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ പണി വരുന്നുള്ളൂ. ഉണ്ടായിരുന്ന ഒരുപാട് വർക്ക് ഓഫ് ലോഡ് ടു AI ആയതുകൊണ്ട് തന്നെ കൂടുതൽ വായിക്കാൻ പറ്റുന്നുണ്ട്, കൂടുതൽ എന്താ പറയുക ബ്രാൻഡ്സിനെ അറിയാൻ പറ്റുന്നുണ്ട്, കൂടുതൽ ആളുകളുമായിട്ട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളൊരു ബെനിഫിറ്റ്. ആസ് എ പേഴ്സൺ സുഹൈലിൻ്റെ ലേണിങ്സ് എങ്ങനെയാണ് പോകുന്നത്? ലൈക്ക് ഫോം ഓഫ് കോണ്ടന്റ് കൺസംഷൻ ലൈക്ക് വീഡിയോസ്, ബുക്സ്, പീപ്പിൾ? ഐ റീഡ് എ ലോട്ട്. ബുക്സ് ആണ് എനിക്കിപ്പോഴും പ്രൈമറി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ ഇപ്പോൾ AI മുതൽ എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് മോർ എന്താ പറയുക യൂട്യൂബിലുള്ള ലോങ് ഫോർമാറ്റ് കോണ്ടന്റ് തന്നെയാണ് ഞാൻ കൺസ്യൂം ചെയ്യാറുള്ളത്. ബട്ട് സ്റ്റിൽ കോർ വാല്യൂസ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ കോർ ആയിട്ട് ഫണ്ടമെൻ്റൽസ് പഠിക്കണമെങ്കിൽ അഗെയിൻ റീഡിങ് ഈസ് എ ലോട്ട് ഗുഡ്. നെറ്റ്വർക്കിംഗ് ഈസ് എ വെരി ഗുഡ്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു എക്സിക്യൂട്ടീവ് MBA ബാച്ചിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദർ ആർ ഫൗണ്ടേഴ്സ് ആൻഡ് കോ ഫൗണ്ടേഴ്സ് ദർ. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഡിഫറൻറ്റ് ഞാൻ ഇതുവരെ എന്താ പറയുക കേട്ടിട്ടില്ലാത്ത മാർക്കറ്റ്സ്, കേട്ടിട്ടില്ലാത്ത ബിസിനസ് മോഡൽസ്, ഞാനൊരിക്കലും എന്താ പറയുക നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഫൗണ്ടർ പെയിൻ പോയിൻറ്റ്സ്. ഇപ്പോൾ ഫൗണ്ടേഴ്സായിട്ട് നെറ്റ്വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് മോർ ദാൻ ഈ പറഞ്ഞ തിയറിയും ഫ്രെയിം വർക്ക്സും പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് അറ്റ് ദി എൻഡ് മൈ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ പെയിൻ പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി നെറ്റ്വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എസ്പെഷ്യലി ഇന്നത്തെ എന്ത് ഇൻഫർമേഷനും ഡിജിറ്റലി അവൈലബിൾ ആകുന്ന സമയത്ത് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ആൻഡ് ഇൻ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ ഇസ് ഹ്യൂജ്. അപ്പോൾ അങ്ങനത്തെ നെറ്റ്വർക്ക്സ് കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. നമ്മൾ ഇൻഡസ്ട്രീനെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളുകളാകുമ്പോൾ നമുക്ക് പല ഫേവറേറ്റ് ക്യാമ്പയിനുകളും ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കോട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏത് ബ്രാൻഡിൻ്റെ ആണ് എനിക്ക് തോന്നുന്നു ചവറ മാട്രിമോണിൻ്റെ ആണെന്ന് തോന്നുന്നു. കെട്ട് ഉറപ്പ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് 2 words. ഓക്കെ, ഗ്രേറ്റ്. ലൈക്ക് പല ക്യാമ്പയിൻസ് വരുന്ന സമയത്തും പലതും ശരിക്കും ഒരു ചർച്ചയാവാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും ഈ പറഞ്ഞ ഹൈ ബഡ്ജറ്റിലല്ലാതെ ലോ ബഡ്ജറ്റിലും ചില കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ട് പ്ലേസ്ഡ് ആവാൻ പലർക്കും കഴിയാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്ത ബ്രാൻഡ്സ് ഉണ്ടോ? ഞാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ, അതായത് കേരളത്തിലാണ് ക്യാമ്പയിൻ ഹിറ്റായത്. ബട്ട് ഇറ്റ്സ് നോട്ട് എ മലയാളി ബ്രാൻഡ്. അവരുടെ ജാർ ആപ്പ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഗോൾഡ് സേവിങ്സ് ആപ്പ് വളരെ റിലേറ്റബിൾ ആയിട്ട്, കാരണം അവർ ഫങ്ഷൻ ചെയ്യുന്ന കഴിഞ്ഞ് ഫൈനാൻസ്, പേഴ്സണൽ ഫൈനാൻസ്, ഡിജിറ്റൽ ഗോൾഡ് സേവിങ്സ് എന്ന് പറയുന്ന കുറച്ച് ബോറിംഗ് ആയിട്ടുള്ളൊരു മേഖലയിലാണ്. ആ ഒരു ടോപ്പിക്കിനെ എടുത്തിട്ട് ഐ തിങ്ക് ഇറ്റ്സ് മാർക്കറ്റിംഗ് ഹെഡ് നസീബ് എന്ന് പറയുന്ന പുള്ളി അതിനെ നല്ല രീതിയിൽ പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് മലയാളികൾക്കെല്ലാം പരിചിതമായിട്ടുള്ള മറ്റേ അക്കരെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നാട്ടിലുള്ള വോക്സ് പോപ്സ് ആണെങ്കിലും അവർ ആ ഒരു ജോണറിനെ എടുത്തിട്ട് വളരെ നന്നായിട്ട് ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലും ഷോർട്ട് ഫോർമാറ്റ് കണ്ടൻസ് ചെയ്തിട്ട് അവർ നല്ല രീതിയിൽ ഡിജിറ്റലി പെനെട്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഐ തിങ്ക് ദിസ് ഇസ് ദ ഫ്യൂച്ചർ ഓഫ് ബ്രാൻഡ്സ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നതോടുകൂടി തന്നെ ഹ്യൂജ് ബഡ്ജറ്റിൻ്റെ അപ്പുറത്തേക്ക് ആൾക്കാർക്ക് കണക്റ്റ് ആവുന്ന കണ്ടൻറ്റ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ തന്നെ അത് വൈറലാക്കിയിട്ട് അത് റീച്ച് ഉണ്ടാക്കിക്കോളും. യു ഡോണ്ട് ഈവൻ ഹാവ് ടു സ്പെൻഡ് ഓൺ പെർഫോമൻസ് മാർക്കറ്റിംഗ്. അപ്പോൾ ഹൗ ആ റിലേറ്റബിൾ കണ്ടൻറ് ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ് കംസ് ബാക്ക് ടു ദ ഫണ്ടമെൻ്റൽസ്. നിങ്ങളുടെ ഓഡിയൻസിനെ എത്ര നന്നായി മനസ്സിലാക്കുന്നു അത്രയും നന്നായിട്ടേ നിങ്ങൾക്ക് അവരുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള കണ്ടൻറ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. So it again comes back to branding, it again comes back to understanding your target audience, understanding their pain points, and then അതിന് കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ജാർ ആപ്പ് ഇപ്പോൾ ചെയ്യുന്ന ഡിഫറെൻറ്റ് ആളുകളുമായിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ കോഴിക്കോട് ആണെങ്കിൽ മിഠായി തെരുവിലും ബീച്ചിലും പോയിട്ട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ആ ഇൻട്രാക്ഷൻ ഇസ് ഹോണസ്റ്റ്. ആ ഇൻട്രാക്ഷൻ കാണാൻ ഇവിടെ ജനങ്ങളുണ്ട്. അതിലൂടെ ഇവർ പറയുന്ന വാല്യൂസ് കമ്മ്യൂണിക്കേറ്റഡ്. അവരൊരു വലിയ ഹോർഡിങ് വെച്ച് ഞാൻ കണ്ടിട്ടില്ല. അവരൊരു TVCയോ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആഡോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഐ ബിലീവ് ദേ ആർ ഡൂയിങ് ഹ്യൂജ്
പിന്നെ റിലേറ്റീവ്ലി ഡ്രൈ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഫൈനാൻസ് എന്ന് പറയുന്നത്. ആൾക്കാർക്ക് ബോറിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു ഡയമെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലപ്പോൾ പാൻ ഇന്ത്യൻ ആയിട്ടുള്ളൊരു ബ്രാൻഡായിരിക്കും, ചിലപ്പോൾ ഒരു ബൈക്സ് സെല്ല് ചെയ്യുന്ന അല്ലെങ്കിൽ ബൈക്കൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരിവിടെ ഹോർഡിംഗ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഹിന്ദി മലയാളത്തിൽ എഴുതുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത് ശ്രദ്ധിച്ചത് പാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഇതേപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കുറച്ചും കൂടെ വരുന്നത് ഇസ് ബിക്കോസ് റീജിയണൽ ആയിട്ടുള്ള ഒരാൾ പോലും അതിൽ ഇൻവോൾവ് ആയിരിക്കില്ല. അപ്പോൾ ബിഗ് കോർപ്പറേറ്റ്സ് ഹാവ് എ മാൻഡേറ്റ്, അവരുടെ ഒരു ഇംഗ്ലീഷ് കോപ്പി ആയിരിക്കും ഈ ബ്രാൻഡിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ തന്നെ നമുക്ക് കൾച്ചറലി എന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ എനിക്ക് തോന്നുന്നു കൾച്ചറലി ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ടാവുക ചിലപ്പോൾ സർഫ്, ഓമോ, പെറിൽ, ഇത് മൂന്നൊരു ഒറ്റ ബ്രാൻഡാണ്. നമ്മുടെ നാട്ടിലാണ് സർഫ് എക്സലുള്ളത്, ധാഗ് അച്ചാ ഹെ, ഡേർട്ട് ഈസ് ഗുഡ്, കറ നല്ലതാണ്. മൂന്നും ഇറ്റ്സ് എ ഗ്ലോബൽ ക്യാമ്പയിൻ. അത് ഇന്ത്യയിലോ കേരളത്തിലോ ഒരിക്കലും വന്ന ക്യാമ്പയിൻ അല്ല. അത് ഏതൊരു യൂറോപ്യൻ കൺട്രിയിൽ ഓമോ അല്ലെങ്കിൽ പെറിൽ എന്ന് പറയുന്ന ബ്രാൻഡിന് വേണ്ടിയിട്ട് തുടങ്ങിയ ക്യാമ്പയിനാണ്. യൂണിലിവറിൻ്റെ സെയിം പ്രൊഡക്റ്റ് തന്നെ ഈ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റായിട്ട് വെക്കുന്നു. ആ കറ നല്ലതാണെന്നുള്ളത് പറയാൻ അവർ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഒരു കുട്ടി സ്കൂൾ വിട്ട് വന്ന് വീഴുമ്പോൾ ഉള്ളതാണ് പറയുന്നത്. യൂറോപ്പിൽ പോകുമ്പോൾ ഇതേ കറ നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കൾച്ചറൽ ടൂളാണ് അവർ ഉപയോഗിക്കുന്നത്. സോ ഇറ്റ്സ് മെസ്സേജിങ് കൾച്ചറലി ട്രാൻസ്ലേറ്റ് ചെയ്യണം, ലിറ്ററലി മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എസ്പെഷ്യലി പല എന്താ പറയുക നാഷണൽ ബ്രാൻഡ്സിലും ഇൻ്റർനാഷണൽ ബ്രാൻഡും കേരളത്തിൽ വരുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മൈറ്റ് നോട്ട് ഡു ഗുഡ്, ബട്ട് അവരുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ അതിന് പല ലിമിറ്റേഷൻസും ഉണ്ട്. ഇറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? ഇൻഡസ്ട്രിയിൽ എന്താണ് നെക്സ്റ്റ്? സുഹൈലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നെക്സ്റ്റ്? വാട്ട്സ് നെക്സ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ 2025 എന്ന് പറയുന്ന ഈ ഇയർ ഈസ് എ വെരി ക്രൂഷ്യൽ ഇയർ. ഞാൻ പേഴ്സണലിയും അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി ആസ് എ ഹോൾ ഒരു പിവട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാൻഡ് ഓണേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഏജൻസി സർവീസ് മോഡലിൽ നിന്നും കുറച്ചും കൂടെ സ്ട്രാറ്റജിയിലേക്ക് വി ഹാവ് ഓൾറെഡി പിവട്ടഡ്. സ്ട്രാറ്റജി ഈസ് ഇൻക്രീസിങ്. കാരണം എക്സിക്യൂഷൻ സൈഡിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽസ് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പായിട്ടുള്ള ടാലൻസിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്. ഒരു 1 month കൊണ്ട് ചെയ്യേണ്ട വർക്ക് ചിലപ്പോൾ ഒരു 1 day അല്ലെങ്കിൽ ഒരു മാക്സിമം 3 days കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻസിയും സ്പീഡും നമ്മളുടെ തന്നെ ലീഡ് ആർട്ടിസ്റ്റിന് ഓൾറെഡി ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് യൂസിങ് കറൻ്റ്ലി അവൈലബിൾ AI മോഡൽസ്. ദിസ് ഇയർ ഇസ് ഹ്യൂജ് എന്ന് പറയാനുള്ള കാരണം AI ഒരു ChatGPT 5 ഒക്കെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ജനറൽ AI AGM പോലത്തെ മോഡൽസ് വരുമ്പോൾ ഇറ്റ്സ് ഗോണ ഗെറ്റ് ഈവൻ ബെറ്റർ. ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു ഫൈവർ എന്ന് പറയുന്ന ഫ്രീലാൻസ് പ്ലാറ്റ്ഫോം അവരുടെ ഒരു AI മോഡൽ റിലീസ് ചെയ്തു. ഇപ്പോൾ സുഹൈൽ, ഞാൻ സ്ട്രാറ്റജി ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടൻറ്റ് എഴുതുന്ന ഒരു പേഴ്സണൽ സ്റ്റൈലുണ്ട്. ഐ ക്യാൻ ട്രെയിൻ മൈ ഓൺ പേഴ്സണൽ AI. ഇറ്റ് വിൽ ബി കോൾഡ് സുഹൈൽസ് AI. ലോകത്ത് പല AIs ഉണ്ടാവും, പക്ഷേ ദിസ് വിൽ ബി ഓൺലി വൺ സുഹൈൽസ് AI. അപ്പോൾ ഞാൻ ഒരു 5 മണിക്കൂർ എടുക്കേണ്ട പണി എനിക്കൊരു മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് 5 മണിക്കൂർ കൊണ്ട് 10 പണി തീർക്കാൻ പറ്റും. ബാൻഡ് വിഡ്ത്ത് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, എക്സിക്യൂഷൻ എളുപ്പമാവുന്നുണ്ട്. കുറച്ചും കൂടെ ബ്രാൻഡ് സൈഡിൽ തന്നെ എക്സിക്യൂഷൻ ഏറ്റെടുക്കാൻ തുടങ്ങി. ഇന്ന് മീഡിയ പ്രൊഡക്ഷൻ്റെ റെലവൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വി ഹാഡ് ഡൺ എ ക്യാമ്പയിൻ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ജനറേറ്റഡ് ഔട്ട് ഓഫ് AI. വീഡിയോസ് നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ടു, നമ്മുടെ സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസ് ഡിനോമുക്ക് എന്ന് പറഞ്ഞിട്ട് ഡൈനോസർ അവർ പ്രൊഡ്യൂസ് ചെയ്തു. അവർ തന്നെ വേറൊരു ബ്രാൻഡിന് വേണ്ടിയിട്ട് വിഷു ആഡ് ചെയ്തു. സോ AI ജനറേറ്റഡ് കണ്ടൻറ് ഈസ് കമ്മിങ് അപ്പ്. അപ്പോൾ അവിടെ എന്താണ്, യുവർ ഇമാജിനേഷൻ ബിക്കംസ് ദി ഒൺലി ലിമിറ്റ്, യുവർ സ്ട്രാറ്റജി അല്ലെങ്കിൽ യുവർ ഐഡിയ ബിക്കംസ് ദി ഒൺലി ലിമിറ്റ്. അപ്പോൾ ആ ഐഡിയ, ആ ഹ്യൂമൻ എലമെൻറ്റ് മാത്രമേ ഇനി വർക്ക് ഫോഴ്സിൽ നിലനിൽക്കുള്ളൂ. അല്ലാത്തത് വിൽ ബി റീപ്ലേസ്ഡ് ഇവൻച്വലി ബൈ AI, ജസ്റ്റ് ലൈക്ക് എനി അതർ ടെക്നോളജി ദാറ്റ് കെയിം ഇൻ. അപ്പോൾ ഈ വർഷത്തെ എൻ്റെ ഒരു ഫോക്കസ് കുറച്ചും കൂടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലാർജർ ലൗഡർ പ്രൊഡക്റ്റ് ക്യാമ്പയിൻ്റെ അപ്പുറത്തേക്ക് ബ്രാൻഡുമായിട്ട് ഹ്യൂമൻ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസിലേക്കും സ്ട്രാറ്റജിയിലേക്കും, ആ ഹ്യൂമൻ കണക്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, സ്റ്റെപ്പിംഗ് ഇൻ ടു കൺസൾട്ടിങ്. അതായത് നമ്മളിതുവരെ കമ്മ്യൂണിക്കേഷൻസ് പറഞ്ഞെടുത്തുനിന്ന് ബ്രാൻഡ് മാർക്കറ്റിംഗ്, സെയിൽസ്, അതുപോലെ തന്നെ പോസ്റ്റ് സെയിൽസിൽ ഹൗ തിങ്സ് ഷുഡ് ബി, ഓരോരുത്തരും വാട്ട് ബിഹേവിയർ ഷുഡ് ദേ ഹാവ്, വാട്ട് പ്രോസസ്സസ് ഷുഡ് ദേ ഫോളോ, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങളൊരു സെയിൽസ് ഫോളോ അപ്പ് ചെയ്യണം,
സെയിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ എത്ര ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് പ്രൊഡക്റ്റ് ഇഷ്ടമായോ എന്ന് ഫോളോ അപ്പ് ചെയ്യണം. ആ പ്രൊഡക്റ്റ് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നതിന് എങ്ങനെ ബെറ്റർ എക്സ്പീരിയൻസ് ആക്കി മാറ്റാം. ആ എക്സ്പീരിയൻസിലൂടെ അവരെ കൊണ്ട് ഒരു 5 റെഫറൽ എങ്ങനെ തിരിയിപ്പിക്കാം. സോ ഇറ്റ്സ് ബേസിക്കലി റവന്യൂ ഓപ്പറേഷൻസ് കൺസൾട്ടിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആസ്പെക്റ്റ്. അതുപോലെ തന്നെ ഞാൻ പേഴ്സണലി ഈ ഒരു ഇയർ അല്ലെങ്കിൽ ലോങ് ടേമിൽ കുറച്ചും കൂടെ കോർ ഫോക്കസ് കൊടുക്കുന്ന വേറൊരു ഏരിയാസ് ബിഹേവിയറൽ ചേഞ്ച് അല്ലെങ്കിൽ ബിഹേവിയറൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ വാട്ട് കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിങ്, ബ്രാൻഡിങ്, മാർക്കറ്റിംഗ്, എവറിത്തിങ് ഈസ് ഡൂയിങ്. നമുക്കൊരു സെറ്റ് ഓഫ് ആൾക്കാരെ കൊണ്ട് നമുക്ക് വേണ്ട ഡിസൈർ ചെയ്യിക്കുന്ന ഒരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കണം. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനോ ഒരു സർവീസ് എടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസിഷൻ. അപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒരു ലാർജർ സ്കെയിലിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു സയൻറ്റിഫിക് സ്കെയിലിൽ നമുക്കതിനെ ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ സ്ലോവർ പ്രോസസ്സാണെങ്കിലും ബിഹേവിയറൽ ചേഞ്ച് ക്യാമ്പയിൻസ് മുതൽ ആളുകൾക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഒരു സർവീസിനെ പറ്റിയുള്ള മുഖച്ഛായ മാറ്റുന്നത് മുതലുള്ള കുറച്ചും കൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കൺസൾട്ടിങ് സർവീസസിലേക്ക് മൂവ് ചെയ്യണം എന്നാണ്. ആൻഡ് ആസ് യൂഷ്വൽ ഈ പറഞ്ഞ പോലെ തന്നെ 2025 ഈസ് ബിഗ് ഇൻ AI. അപ്പോൾ AI ടെക്നോളജി മാക്സിമം യൂസ് ചെയ്തിട്ട് ഒരു ലീനർ ആളുകളെ കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലീനർ വർക്ക് ഫോഴ്സിൽ എങ്ങനെ നമുക്ക് ഈ ബ്രാൻഡ്സിന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് ഡ്രൈവ് ചെയ്യാം എന്നുള്ളതിലൊരു ആക്റ്റീവ് റിസർച്ചിലും അതിൻ്റെ ഒരു പ്രോസസ്സിലുമാണ് ഈ ഒരു ഇയർ. ഓക്കെ, വെരി എക്സൈറ്റിംഗ് അഹെഡ് എന്നുള്ളത് എക്സൈറ്റിംഗ് ആണ്, അറ്റ് ദ സെയിം ടൈം സ്കെയറി ആണ്. അറിയില്ല ഈ ഒരു 2025 ഡിസംബർ എത്തുമ്പോഴേക്കും നമ്മുടെ സർവീസ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളത് വി ഹാവ് ടു സിറ്റ് ആൻഡ് വാച്ച്. എപ്പോഴും എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഓൾ വി ക്യാൻ ഡു. യെസ്. അപ്പോൾ ബ്രാൻഡുകളെ പോലെ തന്നെ നമ്മളും അപ്ഡേറ്റ് ചെയ്യേണ്ടതിൻ്റെ റെലവൻസ് കൂടി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു പോഡ്കാസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഒരുപാട് ലേണിംഗ് കിട്ടി. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 5 ഇയർ കിഡിനെ പോലെ ഞാൻ കേട്ടിരിക്കുകയും ഒരുപാട് ലേണിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പേഴ്സണലി ഓഡിയൻസിനൊക്കെ കിട്ടുന്നതിനാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് എന്തായാലും മറ്റൊരു ഗസ്റ്റുമായിട്ട് കാണാം.